ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ആമേൻ ലൈവായി കാണുന്നവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കണതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം. ഇന്നത്തെ ആരാധന ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ബൈബിൾ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. കർത്താവിന്റെ ദാസനതയും കൂട്ടിവരുത്തട്ടെ. കടന്നു വന്നവർക്കായി സ്തോത്രം ചെയ്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. നമ്മുടെ മിനിസ്ട്രിക്കായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ലതും മനോഹരവുമായ ഈ സന്ധ്യാവേളയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പിതാവേ, എല്ലാ വെള്ളിയാഴ്ചയും കർത്താവ് ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ കർത്താവേ സൂം പ്ലാറ്റ്ഫോമിൽ നടത്തപ്പെടുന്ന ഈ ബൈബിൾ സ്റ്റഡി, ഈ ബൈബിൾ ക്ലാസ്സിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ സമയം ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനെ ആരാധിപ്പാൻ ദൈവമായ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ സമയത്തെ കർത്താവ് ഞങ്ങളുടെ മീറ്റിങ്ങിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കണം, സഹായിക്കണം. ദൈവമായ കർത്താവെ, ഹല്ലേലൂയ, ഇന്നത്തെ ആരാധനയും ബൈബിൾ ക്ലാസ്സും ഏറ്റവും അനുഗ്രഹമായി തിരുവാസ്വർഗമിടയാക്കണം. വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ കർത്താവെ ദാസനെ, ഈ കുഞ്ഞുങ്ങളെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗാനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവെ. കർത്താവെ, ഞങ്ങളുടെ ഈ ഗ്രൂപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫൗണ്ടർ ചെയർമാനായിരിക്കുന്ന തോമസ് അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് കുടുംബമായി സഹായിക്കണം, അനുഗ്രഹിക്കണമേ. ഈ ഗ്രൂപ്പിൽ കൂടെ നടത്തപ്പെടുന്ന എല്ലാ പ്രോഗ്രാംസിനായി സ്തോത്രം. കർത്താവെ, എല്ലാം ജനത്തിന് അനുഗ്രഹമായി തീരുവാ സ്വർഗം ഇടയാക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഫേസ്ബുക്ക് ലൈവിൽ കൂടി ഞങ്ങൾ ശ്രദ്ധിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. ഇന്ന് ബൈബിൾ ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ ദാസനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവദാസൻ ഹാർലൻ കൊട്ടാരക്കരയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദാസനെ തക്ക സമയത്തെയും കൂട്ടിവരുത്തി ആമെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവനെ പഠിപ്പിക്കുവാൻ ദൈവദാസനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിങ്ങിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ഓർക്കുന്നു. കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവരെ ദൈവം കൂട്ടിവരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക സാന്നിധ്യം പകരണം. ദൈവത്തെ ആരാധിപ്പാൻ ഞങ്ങൾ സഹായിക്കണം. കൃപയുടെ മറവിൽ മറയ്ക്കണം. യേശു കർത്താവി നാമത്തിൽ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് എല്ലാവരെയും ഈ സന്ധ്യാസമയം അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ഈ ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ സൂം പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ഇന്നത്തെ ബൈബിൾ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ആരാധന ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ആമേൻ. കടന്നു വന്ന ഓരോരുത്തരെ ഓർക്കുന്നു. ദൈവം ധാരാളമായി നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. തുടർന്നുള്ളതായ സമയങ്ങൾ നമുക്ക് ദൈവത്തെ പാട്ടുപാടി ആരാധിക്കാം. ആരാധന വർഷിപ്പ് ലീഡ് ചെയ്യുവാനായി കർത്താവദാസൻ ഷാജി ജോസഫ് പാസ്റ്ററെയും കുടുംബത്തെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് അവരോട് ചേർന്ന് ഒരുമിച്ച് പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്താമല്ലോ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ബൈബിൾ ക്ലാസ്സിലെ ഈ യോഗം ലീഡ് ചെയ്ത ദേവദാസൻ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം ഒരു പ്രാവശ്യമോടെ നമുക്ക് പ്ലാറ്റ്ഫോമിൽ കടന്നു വരാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. ഇന്ന് പകൽക്കാലം മുതൽ ഈ സമയം വരെ കർത്താവ് നമ്മളെ അനർത്ഥത്തിൽ നിന്നും ആപത്തിൽ നിന്നെല്ലാം കർത്താവ് നമ്മളെ വിടുവിച്ചു. ഹല്ലേലൂയ. അല്പസമയം നമുക്ക് പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. ചില നിമിഷം നമുക്ക് പാട്ടുകൾ പാടി കർത്താവിനെ ഉൾപ്പെടുത്താം. നിങ്ങളായിരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്ന് ചേർന്ന് നമുക്കൊന്നിച്ച് കർത്താവിനെ പാട്ടുകൾ പാടി കർത്താവിനെ ഉൾപ്പെടുത്താം. മനോഹരമായ ഗാനം ചേർന്ന് നമുക്ക് പാടി
നല്ല രക്ഷകനാണ് കർത്താവ് നമ്മുടെ യേശു ക്രിസ്തു. ഹല്ലേലൂയ. നമ്മളെ മാനിച്ചു, നമ്മളെ സ്നേഹിച്ചു. ഹല്ലേലൂയ. അവന്റെ മുമ്പിൽ നമുക്ക് യാഗമായി തീരാം. ഹല്ലേലൂയ. നന്ദിയോടെ. ഹല്ലേലൂയ. ഞാൻ സ്തുതിച്ചിടുന്നു ചേർന്ന്. ഹല്ലേലൂയ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദീനം ഒരു പ്രാവശ്യം കൂടെ. അങ്ങേ ഞാൻ സന്തോഷത്തോടെ സ്തുതിച്ചിടുന്നു ദിനവും സർവനന്മകൾക്കും സർവനന്മകൾക്കും സർവധാരങ്ങൾക്കും യേശു മാത്രം. ഹല്ലേലൂയ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും നന്ദിയാ. സന്തോഷത്തോടെ പറയാം. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും നന്ദിയാൽ. ഓരോ ദിവസവും നമ്മൾ അനുഗ്രഹിച്ച് നമ്മളെ മാനിച്ച് ഹല്ലേലൂയ നമ്മളെ കരുതുകയും കണ്ണിൻമണി പോലെ നമ്മളെ കൊണ്ടുപോകുന്ന നമ്മുടെ കർത്താവിനെ സന്തോഷത്തോടെ ദിനവും നന്ദിയാ ദിനവും നന്ദിയാ. ഹല്ലേലൂയ. ഓ നന്ദിയാ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. 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 ക്ലാസുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാക്കി തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ ദിവസത്തെയും ഹല്ലേലൂയ ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ ഈ വെള്ളിയാഴ്ച ദിവസത്തെ ഈ ബൈബിൾ പഠന ക്ലാസുകളെല്ലാം നമ്മൾ കടന്നു വന്നിരിക്കുന്ന ഓരോ ദൈവങ്ങളുടെ ഹൃദയത്തിലും ജീവിതത്തിലും ഏറ്റവും സന്തോഷമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ മിനിസ്ട്രി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും അനുഗ്രഹമായി ചിന്താനത്തിനായി ഉയർച്ചയിലേക്ക് ഈ മിനിസ്ട്രിയെ കൊണ്ടുപോകുന്നതിനായി നമുക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രമപ്പ, സ്തോത്രമപ്പ, സ്തോത്രമപ്പ. ഈ നല്ല സമയത്തിനായി സ്തോത്രം എടുക്കുന്ന കർത്താവ്, രാവിലെ ഹല മുതൽ ഈ സമയം വരെ ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനായി സ്തുതിക്കുന്ന പാവായിട്ടുണ്ട്. ഈ നല്ല സമയം ഞങ്ങൾക്ക് ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും തന്ന വിലയേറിയ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങേ ഞാൻ ദിനവും സ്തുതിച്ചിടും. ഹല്ലേലൂയ. അന്ത്യം വരെയും സ്തുതിച്ചിടും നാഥ. ഹല്ലേലൂയ. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അപ്പൊ വീണ്ടും ഹല്ലേലൂയ കടന്നു വന്നിരിക്കുന്ന ഓരോ ദൈവങ്ങളെ ഓർത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വചനം പഠിപ്പിക്കുന്ന ദേവദാസനെ കുടുംബത്തെ ഓർത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് വിശാലതയ്ക്ക് ഓർത്ത് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധമാരെ ഓർത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അനുഗ്രഹമാക്കി തുടർന്ന് നടത്തണം. പ്രാർത്ഥനയെ യാചന കേട്ടിട്ടായി സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം.
ഇന്നത്തെ ആരാധന ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസൻ ഷാജി ജോസഫ് പാസ്റ്റർ കുടുംബം കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തുയേശുവിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വേലയിൽ അധികമായി ശോഭിക്കുവാൻ, വർദ്ധിച്ചു വരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അത്രത്തോളം കർത്താവിനെ പാടി ആരാധിപ്പാൻ ദൈവം സഹായിച്ചല്ലോ. തുടർന്ന് ബൈബിൾ ക്ലാസ്സിന്റെ അനുഗ്രഹത്തിനായി നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തട്ടെ. ആമേൻ. ആത്മീക മർമ്മങ്ങളെ ദൈവം വെളിപ്പെടുത്തേണ്ടതിനായി, വചനത്തിന്റെ ആഴങ്ങളെ തുറക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ മിനിസ്ട്രിക്കായി സ്തോത്രം ചെയ്യാം. ട്രിനിറ്റി നാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാ പ്രോഗ്രാംസിനായി, എല്ലാ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. ഈ പ്രവർത്തനങ്ങളെല്ലാം അനേകർക്ക് ആശ്വാസമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കാം. ഫൗണ്ടർ ചെയർമാൻ തോമസ് അങ്കിളിനെ, കുടുംബത്തെ, കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ആമേൻ. മെന്റേഴ്സായി പ്രവർത്തിക്കുന്നവരെയും, സെക്രട്ടറിമാരായി പ്രവർത്തിക്കുന്ന, ഡയറക്ടേഴ്സായി പ്രവർത്തിക്കുന്നവരെയും, കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നവരെയും ഒക്കെ നമുക്ക് ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അവരെല്ലാം പ്രവർത്തനങ്ങൾ ഈ മിനിസ്ട്രിക്ക് അനുഗ്രഹമായി തീരുവാൻ, മിനിസ്ട്രിയുടെ വളർച്ചയ്ക്ക് കാരണമായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഈ മിനിസ്ട്രിയുടെ പ്രോഗ്രാംസ്, ആമേ സ്തോത്രം, ഓഫ്ലൈൻ പ്രോഗ്രാംസ് എല്ലാം ആരംഭിക്കുവാനും ആമേ അത് അനുഗ്രഹമായി തീരുവാനും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ടി കെ ജോസ് പാസ്റ്റർ തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെയും പറയപ്പെട്ട വിഷയങ്ങളെയും ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് നമ്മെ സഹായിക്കും. സ്തോത്രം. ടി കെ ജോസ് പാസ്റ്റർക്ക് കേൾക്കാമോ? ജോസ് പാസ്റ്റർക്ക് കേൾക്കത്തില്ല എന്ന് തോന്നുന്നു. കർത്താവിന്റെ ദാസൻ സ്റ്റീഫൻ പാസ്റ്റർക്ക് പ്രാർത്ഥിക്കാമോ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ലതും മനോഹരമായ ഈ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരുവാനും ദൈവവചനം പഠിക്കുവാനും കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. ഇന്ന് രാത്രിയിലെ ഈ സന്ധ്യാസമയത്തെ ബൈബിൾ ക്ലാസിന്റെ അനുഗ്രഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നിമിഷങ്ങളിൽ കർത്താവെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം കൃപ ചെയ്തു. ആരാധന ലീഡ് ചെയ്ത് കർത്താവിന്റെ ദാസനെ, കുടുംബത്തെ ഓർക്കുന്നു. കർത്താവെ, ഇന്ന് ഈ സമയം ബൈബിൾ ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ ദാസൻ ഹാർലൻ കൊട്ടാരക്കരയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദാസനെ ബലപ്പെടുത്തണം, സഹായിക്കണം. ദൈവമായ കർത്താവെ, അവിടുത്തെ കൃപയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ട്രിനിറ്റി നാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ ഫൗണ്ടർ ചെയർമാനായിരിക്കുന്ന തോമസ് അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം ബലപ്പെടുത്തണം, സഹായിക്കണം. ആമേൻ. കുടുംബത്തിനായി, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, മാതാവിനായി സ്തോത്രം. എല്ലാവരും ദൈവം സഹായിക്കണം. മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളെ ദൈവം വിശാലത്തിലേക്ക് ദൈവം കൊണ്ടുവരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവത്തിന്റെ കൃപയാലും ഹല്ലേലൂയ കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ഓരോരുത്തരെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കായി, ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവം സഹായിക്കണം, അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആമേ, ഇന്നത്തെ ബൈബിൾ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരണം. കർത്താവെ, കടന്നു വന്ന ദൈവദാസനെ ദൈവം ബലപ്പെടുത്തുന്ന സഹായിക്കണം. ആമേൻ. വചന പഠനം ഞങ്ങളുടെ ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിൽ അഭിവൃദ്ധിക്കും.
ആത്മീക നന്മയ്ക്കും കാരണമായി തീരുവാൻ സ്വർഗമിടയാക്കണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിൻ നാമത്തിൽ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. എല്ലാ വെള്ളിയാഴ്ചയും ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ സൂം പ്ലാറ്റ്ഫോമിൽ നടത്തപ്പെടുന്ന ഈ ദൈവവചന പഠന ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർമാനമായി ദൈവത്തിന്റെ വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിനദാസൻ ഹാർലൻ കൊട്ടാരക്കര ദൈവദാസനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് ഈ സമയവും ദൈവനം പഠിപ്പിക്കുവാനായി കർത്താവിനദാസനെ കടന്നു വരുവാൻ സ്വർഗമിടയാക്കിയല്ലോ. ദൈവമായ കർത്താവിൻ സഹായിക്കട്ടെ. തുടർന്ന് ദൈവനം പഠിപ്പിക്കുവാനായി കർത്താവിനദാസനെ ദൈവനാമത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. സ്തോത്രം. പ്രൈസ് ബി ടു ദ ലോർഡ്. എല്ലാവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിന്റെ സമയം എനിക്ക് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിഞ്ഞില്ല. അതിനെനിക്ക് വളരെ പ്രയാസമുണ്ട്. സത്യത്തിൽ ഞാനൊരു പ്രോഗ്രാംസ് കാര്യങ്ങളിലൊക്കെ ക്രമീകരിച്ച് അതിൻ്റെ അകത്തായിപ്പോയി. പെട്ടെന്ന് അറിഞ്ഞു വന്നപ്പോൾ 8:30 കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ക്ലാസ്സിന്റെ ഏകദേശ പകുതി രൂപം കഴിഞ്ഞു കാണുമെന്ന് ചിന്തിച്ചു. എങ്കിലും ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. നമ്മുടെ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഇതിന്റെ അഡ്മിൻ പാനലായിരിക്കുന്ന കർത്തൃദാസിദാസന്മാരുണ്ട്, അതോടൊപ്പം തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുണ്ട്, ഇതിൽ ലീഡ് ചെയ്യുന്ന ദൈവദാസനുണ്ട്. എല്ലാവരെയും ഓർത്ത് ദൈവിക നാമത്തിലുള്ള ഒരിക്കൽ കൂടിയുള്ള എൻ്റെ വിശേഷാൽ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. സന്തോഷമുള്ളവർ ആ കരങ്ങളെ ഉയർത്തി കർത്താവിന് നല്ലൊരു നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ടു ദ ഗുഡ് ഗോഡ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠ്യ പദ്ധതി, അതായത് എഫെസ്യർ ലേഖനമാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എഫെസ്യർ ലേഖനമാണ്. അത് ബോധ്യമുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എഫെസ്യർ ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ എഫെസ്യർ ലേഖനത്തിൽ ഇപ്പോൾ എത്രാം ചാപ്റ്ററിലാണ്, എത്രാം അധ്യായത്തിലാണ് നമ്മൾ വന്നു നിൽക്കുന്നത്? വല്ല ബോധം ഉണ്ടോ? എല്ലാവരും വീഡിയോസ് ഒക്കെ 5-ാം അധ്യായം. ഓക്കെ, എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് വീഡിയോ ഓഫ് ചെയ്തിട്ടൊക്കെ ഇരിക്കുന്നത്. സത്യത്തിൽ വീഡിയോ ഓൺ ചെയ്തിരുന്നാൽ ഒത്തിരി സന്തോഷമാണ് എനിക്ക്. കാരണം അതിനകത്തുണ്ടെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ ബ്ലാങ്കറ്റ് കിടക്കുന്നത് മാത്രമേ എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ. വളരെ ദുഃഖമുണ്ട്. ഒരു പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് ഒഴിഞ്ഞു കിടക്കുന്ന കസാരകളെ നോക്കി പ്രസംഗിക്കുന്ന ഒരു ലാഘവം ആണ് എനിക്ക് തോന്നുന്നത്. പണ്ട് പ്രാസംഗികരിൽ അഗ്രഗണ്യനായ DH സ്പർജനെ ടിമ്പർ ഡിപ്പോയിലേക്ക് അയച്ചതുപോലെ, തടി ഡിപ്പോയിലേക്ക് അയച്ചതുപോലെ ഞാനും ആ ഒരു ഫീൽ ആണെങ്കിലും നമ്മുടെ പ്രിയ ഒരു ദൈവദാസൻ മാത്രം അത് ഓണാക്കിയിട്ടുണ്ട്, വീഡിയോ ഓണാക്കിയിട്ടുണ്ട്. ആ ദൈവദാസനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അത് മാത്രമാണ് ഏക തൃപ്തി. സ്തോത്രം. അതുകൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഏതിനെ നോക്കി പറയുമെന്ന് എനിക്കറിയത്തില്ലെങ്കിലും ആ ദൈവദാസനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. കഴിയുന്നവരും വീഡിയോ ഒന്ന് ഓൺ ചെയ്താൽ വലിയ ഉപകാരമായിരുന്നു. ലൈവ് പോണെങ്കിൽ പൊയ്ക്കോട്ടെ, കാണുന്നവർ കണ്ടോട്ടെ. നമ്മൾ ദൈവത്തിന്റെ വചനമാണല്ലോ പഠിക്കുന്നത്. അതുകൊണ്ട് കഴിവതും എല്ലാവരും വീഡിയോ ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും ഒരു സന്തോഷമാണ്. അത് നമുക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമാണ് എന്നുള്ളതിൽ അതിശക്തിയില്ല. ദൈവം നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമ്മൾ എഫെസ്യർ ലേഖനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അധ്യായം 5-ാം അധ്യായമാണ്, ചാപ്റ്റർ 5. നമുക്കറിയാം എഫെസ്യർ ലേഖനം 2 പാർട്ടുകളായിട്ടാണ്, 2 പാർട്സ്, 2 പാർട്ടുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 3 അധ്യായം എന്ന് പറയുന്നത് എന്താണ്? ഉപദേശമാണ്. അതായത് അതൊരു തിയറിയാണ്, അല്ലെ? അതൊരു തിയറിയാണ്. 3 അധ്യായം, 1, 2, 3 അധ്യായങ്ങൾ അതൊരു തിയറിയാണ്, ഉപദേശങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ 4, 5, 6 അധ്യായങ്ങൾ എന്ന് പറയുന്നത് അത് ഉപദേശമല്ല, പ്രാക്ടിക്കലാണ്. പ്രവൃത്തിയിൽ നാം ചെയ്തെടുക്കേണ്ട കാര്യങ്ങളാണ്, നാം പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ അവിടെ കൊടുത്തിരിക്കണേ. അപ്പോ
നമ്മൾ ഉപദേശം കഴിഞ്ഞു, 1, 2, 3 അധ്യായത്തിലെ ഉപദേശം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ സെഷനിൽ എത്തിയിരിക്കുക, പ്രവൃത്തി തലത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പം പ്രവൃത്തി തലത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടിരിക്കുമ്പോൾ അതിന്റെ 4-ാം അധ്യായം നമ്മൾ പഠിച്ചു എന്താണ് പ്രവൃത്തി എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ 5-ാം അധ്യായത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. 5-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ച കുറച്ച് കാര്യാദികളുണ്ട് അല്ലേ? നാം എങ്ങനെയൊക്കെ നടക്കണം, നമ്മുടെ ജീവിതം എന്തൊക്കെയായി തീരണം എന്നതിനെ കുറിച്ചൊക്കെ കുറെ കാര്യാദികൾ നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞു അല്ലേ? അപ്പോ വിശ്വാസികൾ എന്തായിരിക്കണം, എങ്ങനെ നടക്കണം എന്നുള്ളതിനെ പറ്റി നമ്മൾ ഈ 5-ാം അധ്യായം തുടങ്ങിയ സമയം തൊട്ട് പഠിക്കുകയുണ്ടായി അല്ലെ? 5-ാം അധ്യായം തുടങ്ങിയ സമയം കൊടുത്ത് നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പൊ അതിൽ കൊടുത്തിരിക്കുന്നത് ഒന്ന് എന്താണ്? നമ്മൾ സ്നേഹത്തിൽ നടക്കണം. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിക്കേണ്ടത്, അനുകരിച്ച് നമ്മൾ പഠിച്ചിരുന്ന കാര്യമാണ്. സ്നേഹത്തിൽ നടക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പഠിച്ചത് എന്താണ്? വെളിച്ചത്തിൽ അല്ലെ, വെളിച്ചത്തിന്റെ മക്കളായിട്ട് നടക്കണം എന്ന് പഠിച്ചു. പിന്നെ അതിന്റെ കൂടെ ചേർന്ന് കുറെ കാര്യങ്ങൾ, അശുദ്ധരുണ്ട്, വിശുദ്ധരുണ്ട്, അതിൽ ചേരുന്നത് ഏത്, ചേരാത്തത് ഏതിനെ പറ്റിയൊക്കെ കാര്യാദികൾ, വിശ്വാസികൾക്ക് നിഷേധമായിരിക്കുന്ന കാര്യങ്ങൾ, അത് നാം ആരാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റി നമ്മൾ സവിസ്താരം പഠിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ മുഖവരകൾ കൂടാതെ തന്നെ അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളെയാണ്. ക്രിസ്തീയ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്രിസ്തീയ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ശക്തമായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പം ക്രിസ്തീയ ജീവിതത്തില് നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഉപദേശമല്ല ഇത്, ഇത് തിയറി അല്ല, ഇത് പ്രാക്ടിക്കലാണ്, നടത്തി കാണിക്കേണ്ട കാര്യമാ, പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരേണ്ട കാര്യമാ. ഏത്? ക്രിസ്തീയ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ. അപ്പൊ ക്രിസ്തീയ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഒന്ന് ജ്ഞാനത്തിൽ നടക്കുക. എന്താണ്? ജ്ഞാനത്തിൽ നടക്കുക. അപ്പം കർത്താവിന്റെ വചനത്തിൽ പറയുന്നു നമ്മൾ എങ്ങനെ നടക്കണം. ആ ക്രിസ്തീയ ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്, നാം ജ്ഞാനത്തിൽ നടക്കണം അല്ലെ? എഫെസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 15-ാം തിരുവചനം. ദൈവമക്കൾക്ക് വിശുദ്ധ വേദപുസ്തകം കയ്യിലുള്ളവർക്ക് ആർക്കെങ്കിലും ഒന്ന് വായിച്ച് തന്ന് സഹായിച്ചാൽ വലിയ ഉപകാരമായിരുന്നു. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 15-ാം തിരുവചനം ഒന്ന് മ്യൂട്ട് ഓഫ് ആക്കിയിട്ട് ഒന്ന് വായിച്ച് തന്ന് സഹകരിച്ചാൽ ഒത്തിരി നന്നായിരുന്നു. ഓക്കെ, ഫൈൻ. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ അല്ലെ? അപ്പം അതൊരു ഉത്തരവാദിത്തമാണ് ദൈവം തന്നിരിക്കുന്നത്. അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനമില്ലാഞ്ഞിട്ടല്ല, ജ്ഞാനമുള്ളവരെ പോലെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ പറഞ്ഞിരിക്കുന്ന ആകയാൽ എന്താണ്? സൂക്ഷ്മതയോടെ അല്ലെ? ആകയാൽ, ഈ ആകയാൽ എന്നുള്ള പദം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത് പറഞ്ഞായിരുന്നു. ആകയാൽ എന്ന് കൊടുത്തിരിക്കുന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുൻപ് എന്താണോ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് അതിനെ ഫോളോ ചെയ്യുക, അതിനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ആകയാൽ. അപ്പം ആകയാൽ എന്നുള്ളതായിട്ടുള്ള എന്താണ്? പ്രബോധനം മുൻപ് പ്രബോധിപ്പിച്ചിരിക്കുന്നത് നമുക്ക് നല്ല പോലെ അറിയാം. എന്താണ്? അപ്പം അതിലേക്ക് മടങ്ങാനാണ് കൊടുത്തിരിക്കുന്നത്. ആകയാൽ മുമ്പ് പ്രബോധിപ്പിച്ചിരിക്കുന്ന കാര്യത്തിലേക്ക് നാം ഒന്ന് മടങ്ങിച്ചെല്ലണം. അപ്പൊ മുൻപ് പ്രബോധിപ്പിച്ച കാര്യത്തിൽ നാം മടങ്ങി ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും ഫലവത്തായിട്ടുള്ള ഒരു കാര്യം എന്താണ്? മുൻപ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, പ്രബോധത്തിലേക്ക് മടങ്ങുക. പ്രബോധത്തിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് എന്തൊക്കെയാണ് അവർ? സ്നേഹത്തിൽ നടക്കണം, വെളിച്ചത്തിൽ നടക്കണം. അപ്പൊ മുൻപ് പറഞ്ഞ സ്നേഹത്തിലും വെളിച്ചത്തിലും നമ്മൾ ആയിരുന്നത് പോലെ തന്നെ എന്ത് ചെയ്യണം? സൂക്ഷ്മതയോടെ, അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനത്തിൽ നമ്മൾ നടക്കണം. എനിക്ക് തോന്നുന്നു ആ ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയി തോന്നുന്നു. ആ ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയി, അതിന്റെ കാര്യാദികൾ മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പൊ കേൾക്കൂ പ്രിയപ്പെട്ടവരെ. അപ്പൊ ദൈവം തന്റെ ദാസനായ പൗലോസ് ലീഗയിലൂടെ പ്രബോധിപ്പിച്ച് നമുക്ക് തരുന്ന ചില ഉത്തരവാദിത്തങ്ങളാണ് അല്ലെ? അപ്പൊ നേരത്തെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്തെടുക്കേണ്ട കാര്യങ്ങളാണ്. സ്നേഹത്തിൽ, അതോടൊപ്പം തന്നെ എന്താണ്? വെളിച്ചത്തിൽ.
അപ്പൊ ഈ രണ്ട് കാര്യാദികളിൽ പോലെ തന്നെ അതെന്തായിരുന്നുവോ അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങൾ. ഏത് ഉത്തരവാദിത്തം? ജ്ഞാനത്തിൽ, അല്ലെ? ജ്ഞാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നിങ്ങൾ ക്രിസ്തുവിൽ പ്രകാശിക്കുന്നുണ്ടെങ്കിൽ, ആ പ്രകാശം നിങ്ങളിൽ ഉണ്ടെങ്കിൽ, ആ ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളിൽ ഉണ്ടെങ്കിൽ, നിങ്ങൾ എങ്ങനെ നടക്കണം? ജ്ഞാനത്തിൽ നടക്കണം. അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനമില്ലാത്തവരായിട്ടല്ല, ജ്ഞാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നടക്കണം എന്നാണ് പൗലോസ് ലീഗ ഇവിടെ എന്ത് ചെയ്യുന്നത്? പ്രബോധിപ്പിക്കുന്നത്. അപ്പോ ഇവിടെ ഈ സൂക്ഷ്മതയോടെ, ആ പദം നിങ്ങൾ വായിച്ചോ, സൂക്ഷ്മതയോടെ. അവിടെ കൊടുത്തിരിക്കുന്ന സൂക്ഷ്മതയോടെ, അതായത് സൂക്ഷ്മതയോടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിശ്വാസികൾ ഉണർന്ന് എന്താണ്? ചുറ്റുപാടുകളെ വളരെ കൃത്യമായി വീക്ഷിച്ച് എന്താണ്? അതായത് ജീവിതത്തെ ക്രമീകരിച്ച് നല്ലതുപോലെ കൊണ്ടെത്തിക്കുക. അതാണ് സൂക്ഷ്മത എന്നുള്ള പദം. വിശ്വാസികൾ എന്താണ്? ഉണർന്ന് ചുറ്റുപാടുകളെ നല്ലപോലെ വീക്ഷിച്ചിട്ട് എന്താണ്? വീക്ഷിച്ചും കൊണ്ട് ജീവിക്കണമെന്ന ആശയമാണ് സൂക്ഷ്മതയോടെ ജീവിക്കുക എന്ന വാക്കുകൊണ്ട് പൗലോസ് ലീഗ ഇവിടെ അർത്ഥമാക്കുന്നത്. ഉത്തരവാദിത്തത്തിന്റെ കാര്യങ്ങൾ അത് ഇവിടെ പൗലോസ് ലീഗ എടുത്തെടുത്ത് വ്യക്തമായിട്ട് പറയുകയാണ്. മനസ്സിലാവട്ടെ? സൂക്ഷ്മതയോടെ. നമ്മൾ പാർക്കുന്ന ചുറ്റുവട്ടങ്ങളുണ്ട്, അല്ലെ? നമ്മൾ വാർക്കുന്ന ചുറ്റുവട്ടങ്ങളുണ്ട്. നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടമാകാം, നമ്മുടെ സഭയുടെ ചുറ്റുവട്ടമാകാം, നാം ആയിരിക്കുന്നതിന്റെ ചുറ്റുവട്ടം. അപ്പം ആ ചുറ്റുപാടുകളെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വീക്ഷിക്കണം. കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം? വീക്ഷിക്കണം. വീക്ഷിച്ചുകൊണ്ട് എന്താണ്? വീക്ഷിക്കണമെന്ന ആശയത്തെ നല്ലപോലെ നമ്മൾ വീക്ഷിക്കണം, സൂക്ഷ്മതയോടെ. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് ആ പദം മനസ്സിലായോ? ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ദൈവമക്കൾക്ക് മനസ്സിലായോ? വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ശക്തമായിട്ട് സൂക്ഷ്മതയോടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ഉണർന്ന് എന്താണ്? വളരെ കൃത്യമായിട്ട് വീക്ഷിക്കണം. കൃത്യമായിട്ട് എന്താ നടക്കുന്നത്, ഏതാ നടക്കണേ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് കർത്താവിന്റെ വചനത്തിൽ പറയുന്നു, എന്താണ്? കാവൽക്കാര രാത്രി എന്തായി, അല്ലെ? ദൈവം നമ്മളെ നിർത്തിയിരിക്കുക ഒരു കാവൽക്കാരനെ പോലെ, അല്ലെ? അപ്പൊ ചുറ്റുവട്ടങ്ങൾ നമ്മൾ നല്ലപോലെ വീക്ഷിക്കണം. വീക്ഷിക്കുമ്പോൾ അതിനകത്ത് ഒത്തിരി പേരെ നമുക്ക് കാണാൻ കഴിയും. ബലമുള്ളവരെ കാണാൻ കഴിയും, അബലകളെ കാണാൻ പറ്റും, അല്ലെ? അതിനകത്ത് രോഗികളെ കാണാൻ പറ്റും, അതിനകത്ത് പലരെയും. അപ്പം സൂക്ഷ്മതയോടെ ചുറ്റുവട്ടത്തെ വീക്ഷിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് യേശു കർത്താവ് പറഞ്ഞൊരു വാചകം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുക. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് എന്ത് തന്നു? പക്ഷിപ്പം തന്നു. അപ്പം എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ മുറിവേറ്റവനായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ അതിഥിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ചുറ്റുവട്ടം വീക്ഷിക്കുന്നവനെ അത് മനസ്സിലാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, അല്ലെ? സൂക്ഷ്മതയോടെ ആ പദം അത് അർത്ഥമാക്കുന്നത് അതാണ്. വിശ്വാസികൾ ഉണർന്ന് തങ്ങളുടെ ചുറ്റുപാടുകളെ വളരെ കൃത്യമായിട്ട് വീക്ഷിക്കുന്നവരായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കാണാൻ പറ്റത്തുള്ളൂ? ഇങ്ങനെ വരുന്ന യേശുവിനെ കാണാൻ പറ്റത്തുള്ളൂ. എങ്ങനെ വരുന്ന യേശുവിനെ? വിശന്നു വരുന്ന യേശുവിനെ, ദാഹിച്ചു വരുന്ന യേശുവിനെ, അല്ലെ? രോഗിയായിട്ട് വരുന്ന യേശുവിനെ. അതോടൊപ്പം തന്നെ മറ്റു രീതിയിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന പദങ്ങൾ. അപ്പൊ ഇതിനെയൊക്കെ കാണണമെങ്കിൽ ഒരു കാവൽക്കാരൻ തന്റെ കാവൽ എത്ര കൃത്യമായി നടത്തുന്നുവോ അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ജീവിക്കണം. അതുപോലെ നമ്മൾ നടക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു സൂക്ഷ്മതയോടെ. അപ്പൊ ഒരു കാവൽക്കാരന്റെ ഡ്യൂട്ടിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. എവിടെ നോക്കണം? കാവൽക്കാരൻ ചുറ്റുവട്ടങ്ങളെ മൊത്തം വാച്ച് ചെയ്യല്ലേ? ആരാ വരുന്നത്, ഏത് വ്യക്തി വരുന്നേ, വരേണ്ടവരെ കടത്തി വിടുന്നു, വരാത്തവരെ കടത്തി വിടുന്നില്ല. അപ്പൊ ചുറ്റുപാടുകളെ വീക്ഷിക്കുമ്പോൾ ഏതൊക്കെ രീതിയിൽ കർത്താവിനെ നമുക്ക് കാണാൻ പറ്റും അത് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. വിശന്നു, ദാഹിച്ചു, ആ ഒരു പദം നിങ്ങൾക്ക് അറിയാം, യേശു പറയുന്നു. അപ്പം ശിഷ്യന്മാർ പറയുന്ന, കർത്താവ് ഞങ്ങൾ അങ്ങനെയൊന്നും നിന്നെ കണ്ടിട്ടില്ല,
കണ്ടെങ്കിൽ മാത്രമല്ലേ കാണണമെങ്കിൽ നമുക്ക് എന്തുണ്ടാകണം? സൂക്ഷ്മത ഉണ്ടായിരിക്കണം, സൂക്ഷ്മ ദൃഷ്ടി ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ നമ്മളെ നശിപ്പിക്കുവാൻ വരുന്ന, നമ്മളെ ഇല്ലാതാക്കാൻ വന്ന, മുടിപ്പിക്കാൻ വരുന്ന പിശാചിനെയും നമുക്ക് കാണാൻ പറ്റും കണ്ണോടിച്ചാൽ, അല്ലേ? വീക്ഷിച്ചാൽ. വാച്ച്മാന്റെ ഡ്യൂട്ടി അതാണ്. തകർക്കാൻ വരുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. യഥാർത്ഥ ദൈവമക്കളെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. യഥാർത്ഥ കാര്യാദികളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് സൂക്ഷ്മതയോടെ എന്ന പദം കൊണ്ട് പൗലോസ് ലീഗ ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ അതിപ്രധാനമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് നമ്മൾ ക്രമീകരിച്ചിട്ട് ഞാനും നിങ്ങളും ജ്ഞാനത്തിൽ നടക്കണം. ആ ജ്ഞാനം മനസ്സിലായോ? ജ്ഞാനമുള്ളവരായിരിക്കണം, അല്ലെ? നീതിമാൻ അനർത്ഥം കണ്ട് ഒളിച്ചുകൊള്ളുന്നു, ദുഷ്ടനോ നേരെ ചെന്ന് എന്ത് ചെയ്യും? ഛേദിക്കപ്പെടും. നീതിമാനന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും? ഒളിക്കും. അർത്ഥം ഇതേ ഉള്ളൂ, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം. നമ്മുടെ ക്ലാസ് തുടങ്ങിയതിനു ശേഷം ഒത്തിരി പ്രാവശ്യം ഞാനത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പാമ്പിന്റെ ബുദ്ധി? പാമ്പിന്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറുന്ന ബുദ്ധി, അല്ലെ? നമ്മൾ പോകുന്ന വഴിയിലേക്ക് എന്തുണ്ട്? പാമ്പുണ്ട്. എന്നാൽ ഞാൻ പാമ്പല്ലെന്ന് പറഞ്ഞിട്ട് വരുന്ന വഴിയിലേക്ക് അവൻ പത്തിയും വിരുത്തി ഇങ്ങനെ ഈ തലയും ബുദ്ധി നിൽക്കത്തില്ല, അല്ലേ? നമ്മൾ ഉപദ്രവകാരി ആകുന്നു എന്ന് തോന്നുമ്പോൾ മാത്രമേ അവൻ പത്തി വൃത്തിയുള്ളൂ, പാമ്പെന്തെങ്കിലും നമ്മളെ ഉപദ്രവിക്കത്തുള്ളൂ, എന്തെങ്കിലും ചെയ്യത്തുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ പോകുന്ന പാതകളെല്ലാം ഉണ്ട്, അവൻ അവന്റെ ഭാഗം മിണ്ടാതെ സൈലന്റ് ആയിട്ട് ഉണ്ടെന്ന് പോലും അറിയിക്കാതെ അങ്ങനെ മാറിക്കിടക്കും. അതാണ് പാമ്പിനെ പോലെ ബുദ്ധി എന്ന് ദൈവം അങ്ങനെ നമ്മളെ അനുശോദിക്കും. ഇപ്പൊ പാമ്പിന്റെ ബുദ്ധി നമുക്കുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പം, പ്രതികൂലം വരുമ്പോൾ, ആപത്തുകൾ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒളിച്ചു കൊള്ളാൻ പറ്റും, മാറി നിൽക്കാൻ പറ്റും. ഇല്ലെങ്കിലോ, പാമ്പിന് അങ്ങനെ ബുദ്ധിയില്ലായിരുന്നെങ്കിലോ കാണുന്ന വഴിയിലെല്ലാം കയറി കിടക്കും, ആൾക്കാരെ നീ തല്ലിക്കൊല്ലും, എവിടെയും എടുത്തെറിയും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അവന്റെ ജീവനെ അവന് ഭയമുണ്ട്, അതുകൊണ്ട് അവൻ ഒളിച്ചുകൊള്ളും. അതുപോലെ നീതിമാൻ അനർത്ഥം കൊണ്ട് എന്ത് ചെയ്യണം? പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അവരെ ഞാൻ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ് നേരെ ചെന്ന് കഴിഞ്ഞാൽ പാടിലൂരുടെ മുമ്പിൽ തവള കയറിക്കുന്ന പോലെ ആകത്തുള്ളൂ. അതുകൊണ്ട് പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. അപ്പൊ നമുക്ക് ജ്ഞാനമുണ്ടാകണം, ബുദ്ധി ഉണ്ടാകണം. എങ്ങനത്തെ ബുദ്ധി? ജ്ഞാനം. ആ ബുദ്ധി എന്ന് പറയുന്നത് എന്താണ്? ഒളിച്ചുകൊള്ളുന്ന ബുദ്ധി, ഒഴിഞ്ഞു മാറുന്ന ബുദ്ധി, അല്ലെ? ഒളിച്ചുകൊള്ളുന്ന ബുദ്ധി. അപ്പൊ അതിനൊക്കെ നമുക്ക് ഒരു സൂക്ഷ്മ ദൃഷ്ടി ഉണ്ടാകണമെങ്കിൽ, അങ്ങനെയുള്ള സൂക്ഷ്മ ദൃഷ്ടി നമുക്ക് ഉണ്ടാകണമെങ്കിൽ, സൂക്ഷ്മത ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തുണ്ടാകണം? ജ്ഞാനം ഉണ്ടാകണം. ആ ജ്ഞാനത്തിൽ നമ്മൾ നടക്കണം, അറിവില്ലാത്തവരായി നടക്കരുത്. അപ്പൊ നമുക്കൊരു ജ്ഞാനം ആവശ്യമാണ്, അല്ലേ? നമുക്ക് ജ്ഞാനമുണ്ട്. അപ്പോ ഈ ബൈബിൾ പറയുന്നു എന്തുകൊണ്ട് ജ്ഞാനം വേണമെന്ന് പറയും, ജ്ഞാനത്തിൽ നടക്കുക എന്ന് പറഞ്ഞു. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണേ. സദൃശ്യവാക്യം നല്ല രീതിയിൽ തന്നെ ഉത്തരം തരുന്നുണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? സദൃശ്യവാക്യം നല്ല രീതിയിൽ തന്നെ ഉത്തരം നൽകുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ജ്ഞാനത്തിൽ നടക്കണമെന്നുള്ളതിന് സദൃശ്യവാക്യം നമ്മൾ പറയുന്നത് ഒറ്റ വാക്കിൽ, ഞാനത് ഇപ്പൊ വന്നതുകൊണ്ട് എന്റെ മനസ്സിൽ വന്നതുകൊണ്ട് ഞാനങ്ങ് പറയാം. സദൃശ്യവാക്യത്തിൽ പറയുന്ന ഒരു വാചകമുണ്ട്, ജ്ഞാനിയെ ശാസിക്ക അവന്റെ ജ്ഞാനം മിണ്ടുന്നില്ല. ജ്ഞാനിയെ ശാസിക്ക അവന്റെ ജ്ഞാനം എന്ത് ചെയ്യും? വർദ്ധിക്കും. അപ്പൊ ജ്ഞാനത്തിൽ നടക്കുന്നവനെ ശാസിച്ചാൽ അവന്റെ ജ്ഞാനം എന്ത് ചെയ്യും? വർദ്ധിക്കും. പക്ഷെ പോഷനെ ഉലക്ക കൊണ്ട് ഉരുളിലിട്ട് അവല് പോലെ ഇടിച്ചെന്ന് പറഞ്ഞാലും അവന്റെ പോഷത്വം എന്ത് ചെയ്യത്തില്ല? വിട്ടുമാറത്തില്ല, അല്ലേ? പോഷനെ ശാസിച്ചിട്ടോ, ബുദ്ധിഹീനനെ ശാസിച്ചിട്ടോ, ജ്ഞാനത്തിൽ നടക്കാത്തവരെ ശാസിച്ചിട്ടോ ഒരു ഗുണവും ഇല്ല. ജ്ഞാനത്തിൽ നടക്കുന്നവളാണെങ്കിൽ ശാസിക്കുക, അവന്റെ ജ്ഞാനം വർദ്ധിക്കും, അവളുടെ ജ്ഞാനം വർദ്ധിക്കും. ശാസന കൊണ്ട് എന്തുണ്ടാകും? ഗുണം ഉണ്ടാകും. നമ്മുടെയൊക്കെ സഭയിലൊക്കെ നമ്മള് ശാസിക്കുമ്പോ പിന്നെ എന്താ നടക്കണെന്നുള്ളത് നമുക്കറിയാം. ഈ അടുത്തിടയിൽ എന്റെ ചർച്ചിൽ നടന്ന ഒരു കാര്യമാണ്. ഒരു സഹോദരി ആരും 3, 4, 5, 6 വാർണിംഗ് ചെയ്തു, ഫോൺ ചെയ്യരുത്. ഞാൻ പറഞ്ഞു കൈൻഡ്ലി സ്വിച്ച് ഓഫ് ഓൾ യുവർ മൊബൈൽ ഓർ കൈൻഡ്ലി സൈലന്റ് ഓർ വൈബ്രേറ്റ് യുവർ മൊബൈൽ. പറഞ്ഞിട്ടും പുള്ളിക്കാരി 2 ചെവിയിലും ഇങ്ങനെ ഇപ്പൊ ഞാൻ വെച്ചിരിക്കുന്ന പോലെ ഇതുപോലെ അങ്ങോട്ട് കയറ്റി, നമുക്ക് അറിഞ്ഞൂടാത്ത പോലെ തലയിൽ കൂടെ ഷോൾ ഇട്ട് വന്നിട്ട് ഇരിപ്പ്. ആരെ വിളിക്കുന്നോ, ഏത് വ്യക്തിയെ വിളിക്കുന്നോ, എന്തോന്ന് വിളിച്ചോ, ആരെ വിളിച്ചോ, എവിടെ വിളിച്ചോ, അത് നമുക്ക് വിഷയമല്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആരാധനയ്ക്ക് ഇരിക്കുമ്പോഴും വിളി. സഭായോഗത്തിന് വന്നങ്ങോട്ട് ഇരുന്ന് ഓള് വന്ന് അവിടെ നിന്ന് വിളിക്കുന്നു, അവിടെ നിന്ന് വിളിച്ചിട്ട് പോരാഞ്ഞിട്ട് അതിനകത്തൂടെ വിശ്വാസത്തിനിടയിലൂടെ നടന്നു പോയി വിളിക്കുന്നു. ആരാധന കഴിഞ്ഞാൽ ആർക്കും പോയി കൈ കൊടുക്കത്തില്ല, സ്തോത്രം പറയത്തില്ല, ഒന്നും ചെയ്യത്തില്ല, വീണ്ടും വിളി. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ പൗലോസ് മുഷിഞ്ഞു എന്ന് പറയുന്ന പോലെ നമ്മളിൽപ്പെട്ട ചിലരുടെ മുഷിഞ്ഞു.
എന്നിട്ട് അവരോട് ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ കിടന്ന് ഫോൺ ചെയ്യണേ? ആർക്കാണ് ഈ ഫോൺ ചെയ്യുന്നത്? ദൈവം ഇത് സഭയ്ക്കകത്ത് വരുമ്പോൾ നിങ്ങൾ ഫോൺ ചെയ്യരുത്. ഇത്രേ പറഞ്ഞോളൂ. 2 ആഴ്ച കൊണ്ട് ഇപ്പൊ സഭ വരുന്നില്ല. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പം ജ്ഞാനത്തിൽ നടക്കുന്ന വ്യക്തിയാണോ അതോ അജ്ഞാനിയായിട്ടാണോ ജ്ഞാനിയായിട്ടാണോ ജീവിക്കണമെന്ന് മനസ്സിലായല്ലോ. അജ്ഞാനിയാണെങ്കിൽ എന്ത് ചെയ്യത്തില്ല, ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ ശാസിച്ചാൽ സഭയിൽ വരത്തില്ല. ജ്ഞാനിയാണെങ്കിൽ അവൻ സഭയിൽ വരും, അവൾ സഭയിൽ വരും. കാരണം അവരുടെ ജ്ഞാനം വർദ്ധിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് ഒരു സമയത്ത് പെട്ടെന്ന് പറയുന്ന ഒരു കാര്യമല്ല. 6-7 മാസം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന കാര്യമാണ്, പ്രോസസ്സാണ്. ഞാൻ പല ആവർത്തി ശുശ്രൂഷയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞു, പ്ലീസ് നിങ്ങളുടെ മൊബൈൽ മാറ്റി വെക്ക്. ഒരിക്കൽ ഞാൻ വഴക്ക് വരെ പറഞ്ഞു. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ജ്ഞാനത്തിൽ നടക്കുന്നവരായിരിക്കണം. ഒരു വിശ്വാസി ജ്ഞാനത്തിൽ നടക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ പറയും, ഏതൊരു ദൈവദാസനും അവരുടെ ആ കാര്യങ്ങൾ കണ്ട്, തെറ്റ് കണ്ട് ശാസിക്കാൻ പറ്റും. ശാസിച്ചാൽ എന്ത് ചെയ്യും? അവരുടെ ജ്ഞാനം എന്ത് ചെയ്യും? വർദ്ധിക്കും. ബൈബിളിൽ സങ്കീർത്തനത്തിൽ ഒരു വാക്ക് പറയുന്നുണ്ട്. എന്താണ്? നീതിമാൻ എന്നെ അടിക്കുന്നത് ദയ, എന്നെ ശാസിക്കുന്നത് തലയ്ക്ക് എണ്ണ, എന്റെ കൈ അതിനെ വിലക്കാതിരിക്കട്ടെ. നടന്ന കാര്യം തന്നെ, എന്തിന്റെ സമയത്ത് അത് നടന്ന കാര്യമാ. നീതിമാൻ അടിച്ചാൽ, ശാസിച്ചാൽ തീർന്നു. അടുത്ത സഭ ബുക്ക് ചെയ്തിരിക്കും. സ്തോത്രം. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കണേ? നീതിമാൻ അടിക്കുമ്പോഴും നീതിമാൻ ശാസിക്കുമ്പോഴും തലയ്ക്ക് എണ്ണയായി തോന്നാതെ അതിനെ എതിര് പ്രവർത്തിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം, അവർ ജ്ഞാനത്തിൽ നടക്കുന്നവരല്ല, അജ്ഞാനികളായിട്ട് നടക്കുന്നവരാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ജ്ഞാനിയായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരെ ശാസിക്കുക, അവന്റെ ജ്ഞാനം എന്ത് ചെയ്യും? മനസ്സിലാകുന്നുണ്ടോ? ദൈവമൊക്കെ ദൂത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ആ പ്രസംഗ ശൈലി, ക്ലാസിന്റെ മാറി പ്രസംഗ ശൈലിയിലേക്ക് വരുക. സ്തോത്രം. അപ്പോ മനസ്സിലാക്കുക, ജ്ഞാനത്തിൽ നടക്കുക എന്ന് സംബോധന ചെയ്യുന്നതിന്റെ ഏറ്റവും പരമപ്രധാനപ്പെട്ട കാര്യം, ജ്ഞാനത്തിൽ നടക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ ശാസിച്ചാലും അടിച്ചാലും എന്ത് ചെയ്യില്ല, അവരെന്നെ ശാസിക്കുന്നത് ദയ അല്ലേ? അവരെന്നെ അടിക്കുന്നത്, അവരെന്നെ ശാസിക്കുന്നത് എന്റെ തലയ്ക്ക് എണ്ണ, എന്റെ കൈ അതിനെ വിലക്കാതിരി. കൈ എന്ത് ചെയ്യും? അങ്ങനെ ചെയ്യുന്നതിനെ വിലക്കത്തില്ല. ഇനിയും എന്നെ അടിച്ചോ, ഇനിയും എന്നെ ശാസിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലെ? ഇനിയും താങ്കൾ എന്നെ അടിച്ചോ, ഇനിയും എന്നെ വഴക്ക് പറഞ്ഞോ, ഇനിയും എന്നെ ശാസിച്ചോ, വിലക്കത്തില്ല. പറയുന്നതിനെല്ലാം ഇങ്ങനെ ഇനിയും എന്നെ എന്റെ കൈ വിലക്ക ആണ് പറഞ്ഞുകൊണ്ടിരുന്നാലും അവന്റെ ജ്ഞാനം വർദ്ധിച്ചുകൊണ്ടേ ഇങ്ങനെ ശാസിക്കും തോറും അടിക്കും തോറും എന്താ സംഭവിക്കണമെന്ന് അറിയാമോ? അവന്റെ ജ്ഞാനം വർദ്ധിച്ചു കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ പോഷനാണെങ്കിൽ, അജ്ഞാനിയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് യാതൊരു പ്രതിഫലവും ഇല്ല. അടുത്ത സഭ മാറും, അടുത്ത തലം നോക്കും, അടുത്ത ലെവലിൽ. എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ, എന്നാലും ഇങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള രീതിയിലേക്ക് എത്തപ്പെടും. മനസ്സിലാവുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പോ സൂക്ഷ്മതയോടെ നമ്മൾ എന്ത് ചെയ്യണം? ജ്ഞാനത്തിൽ നടക്കണം പ്രിയപ്പെട്ടവരെ. ആ ജ്ഞാനത്തിൽ നമ്മൾ നടക്കണം. ഇന്ന് ഒട്ടുമിക്ക വിശ്വാസികൾക്ക് പറ്റുന്ന വലിയ പറ്റ്, ഈ ജ്ഞാനത്തിൽ ആരും എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. ദൈവിക സ്നേഹത്തിൽ നടക്കുന്നുണ്ടായിരിക്കാം, ദൈവിക വെളിച്ചത്തിൽ നടക്കുന്നവരായിരിക്കാം, പക്ഷേ ദൈവിക ജ്ഞാനത്തിൽ ആരും നടക്കുന്നില്ല. സ്നേഹത്തിൽ നടക്കുന്നുണ്ട്, ദൈവം സ്നേഹമാകുന്നു, യേശുവേ എന്നുള്ള ആ സ്നേഹത്തിൽ, ദൈവസ്നേഹത്തിൽ നടക്കുന്നുണ്ടായിരിക്കാം അല്ലെ? മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം, ബഹുമാനിക്കുന്നുണ്ടായിരിക്കാം, ആ ദൈവസ്നേഹത്തിൽ നടക്കുന്നുണ്ടായിരിക്കാം. അത് ഏറ്റവും പരമപ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സ്നേഹത്തിൽ നടക്കുക, ദൈവിക വെളിച്ചത്തിൽ നടക്കുക. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, പ്രകാശം കാട്ടി തന്നു. ദൈവിക പ്രകാശത്തിൽ നമ്മൾ നടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു, നമ്മൾ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. അർത്ഥാൽ അടുത്ത പദം കൊടുത്തിരിക്കുന്നു. എന്താണ് അടുത്ത പദം? എന്താണ്? ജ്ഞാനത്തിൽ നടക്കുക. ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഇത് നൊമ്പരമുള്ള കാര്യമാണ്. ജ്ഞാനത്തിൽ നടക്കുന്ന വ്യക്തിയാണെങ്കിൽ കറക്റ്റായിട്ട് ഈ ക്ലാസ്സിൽ എനിക്ക് പറയുന്നതിന് ഒരു മടിയുമില്ല, ഞാൻ അങ്ങ് തുറന്നു പറയുകയാണ്. ജ്ഞാനിയെ ശാസിച്ചാൽ ഗുണമുണ്ടാവും. ജ്ഞാനിയെ ശാസിച്ചാൽ അവന് എന്താണ്? അത് അവന്റെ തലയ്ക്ക് എണ്ണയാണ്, അവന് ദയയാണ്, അവന്റെ കൈ അതിനെ വിലക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ശാസന കിട്ടുന്നത് നല്ലതാ അല്ലെ?
കുഞ്ഞുങ്ങളെ ശാസിക്കുന്നതും അടിക്കുന്നതും നല്ലതാണ്. വടി എടുക്കാത്തവൻ, വടിയെ സ്നേഹിക്കുന്നവൻ എന്ത് ചെയ്യുന്നില്ല മക്കളെ, അല്ലേ? അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? വടിയെടുത്ത് കുഞ്ഞുങ്ങളെ തല്ലി, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? ശാസിച്ച് ആ ഒരു തരത്തിലേക്ക് നമ്മൾ എത്തപ്പെടുമ്പോൾ, ഈ മക്കൾ മനസ്സിലാക്കുക, അങ്ങനെ നമ്മൾ എത്തപ്പെടുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ നശിച്ചു പോയ ചരിത്രം നമുക്ക് കാണാൻ പറ്റും. പണ്ട് കാലഘട്ടങ്ങളിൽ എന്നാടിയ ഒന്ന് താമസിച്ചാൽ കാലും മുട്ടുമൊക്കെ പടപടാന്ന് അടി. എനിക്കൊക്കെ ഇഷ്ടം പോലെ കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്തോത്രം എന്ന് പറഞ്ഞ് വലിയ കുസൃതികാരൊന്നും അല്ലായിരുന്നു. ചിലതൊക്കെ എന്ത് ചെയ്യും, അനുസരിക്കാതെ പോകുമ്പോൾ ഇഷ്ടംപോലെ അടിയുണ്ട്, ഇഷ്ടംപോലെ അടി കൊണ്ടിട്ടുണ്ട്. ഇന്നത്തെ കുട്ടികളെയോ ഒന്ന് ഓങ്ങിയാൽ മതി, ഉടനെ കേസായി, ഫയലായി, പിന്നെ ആകെ ബഹളമായി, വല്ലാത്ത തലമായി. ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയാ. പണ്ട് കാലഘട്ടം എന്തായിരുന്നു? മക്കളെ തല്ലും, ഭാര്യയെ തല്ലും, എന്തൊക്കെ പരിപാടി ഉണ്ടായിരുന്നു. കുടുംബങ്ങൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, ആർക്കും ഡിവോഴ്സും ഇല്ലായിരുന്നു. ഇന്നോ നമ്മളത് വരുന്നുണ്ട്, ഇനി അടുത്ത ഭാഗത്തിലേക്ക് വരുന്നുണ്ട്. ഇന്നാണെങ്കിലോ ഭാര്യയെ നോക്കി ഒന്ന് കണ്ണുരുട്ടിയാൽ മതി, പേപ്പർ സൈൻ ചെയ്ത് അടുത്ത ലെവലിലേക്ക് പോയി കഴിഞ്ഞു, അടുത്ത തലത്തിൽ അടുത്ത വ്യക്തിയെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. സ്തോത്രം. നോക്കോ പ്രിയപ്പെട്ടവരെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന വലിയ പദം അതാണ്, ജ്ഞാനത്തിൽ നടക്കണം. വേറെ ഒന്നും ഇല്ലേലും, വലിയ കൃപാവരങ്ങൾ ഇല്ലേലും, വലിയ 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 കാര്യങ്ങൾ ചെയ്തില്ലേലും ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണ്? ജ്ഞാനത്തിൽ നടക്കുക. ഗുഡ്. ഏറ്റവും പരമപ്രധാനപ്പെട്ട കാര്യമാണ് ജ്ഞാനത്തിൽ നടക്കുക. അപ്പൊ അങ്ങനെയുള്ളവരെ ശാസിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഗുണമുണ്ടാകും. എന്തുകൊണ്ട് നാം കൃത്യമായി ജ്ഞാനത്തിൽ നടക്കണം? എന്തുകൊണ്ട് നാം കൃത്യമായിട്ട് ജ്ഞാനത്തിൽ നടക്കണം? പൗലോസ് ഇവിടെ പറയുകയാണ് എന്തുകൊണ്ട്, എന്തിനാണ് നമ്മൾ ഈ ജ്ഞാനത്തിൽ നടക്കേണ്ടത്? 5 കൂട്ട കാര്യങ്ങൾ. എന്താണ്? അതിപ്രധാനമായ 5 കൂട്ട കാര്യങ്ങൾ പൗലോസ് ലീഗ പറയുന്നു. എന്തുകൊണ്ട് നാം കൃത്യമായിട്ട് ജ്ഞാനത്തിൽ നടക്കണമെന്നുള്ള രീതിക്ക് 5 കൂട്ട കാര്യങ്ങൾ പൗലോസ് ലീഗ ഇവിടെ പറയുന്നുണ്ട്. ജ്ഞാനത്തിൽ നടക്കണമെന്ന് പറയുന്നതിന്റെ കാര്യം ഒന്നാമതെന്ന് പറയുന്നത് ജ്ഞാനത്തിന് അടയാളമാകുന്നു. അപ്പൊ ജ്ഞാനത്തിന് അടയാളമായതുകൊണ്ട് നമ്മൾ ജ്ഞാനത്തിൽ നടക്കണം. ജ്ഞാനത്തിൽ നടക്കാന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിന് അടയാളമാണ്. അത് ജ്ഞാനത്തിന് അടയാളമായതുകൊണ്ട്, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനത്തിന്. അപ്പം അതൊരു അടയാളമാണ്, അല്ലെ? ജ്ഞാനത്തിന് അടയാളമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ജ്ഞാനത്തിൽ നടക്കണം. 2, എന്താണ്? ഇത് ദുഷ്കാലമായതുകൊണ്ട്. എന്താണ്? ഇത് ദുഷ്കാലമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ജ്ഞാനത്തിൽ നടക്കണം. ദുഷ്കാലമായതുകൊണ്ട്. അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ 15 പറഞ്ഞിരിക്കുന്നത് ജ്ഞാനത്തിന് അടയാളമായതുകൊണ്ട്, 16-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ദുഷ്കാലമായതുകൊണ്ട്, അല്ലെ? അതുപോലെ തന്നെ 3-ാമതായത് ജീവിതം വളരെ ചെറുതാണ്. ജീവിതം വളരെ ചെറുതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ജ്ഞാനത്തിൽ നടക്കണം. ജീവിതം ചെറുതായതുകൊണ്ട്. അതിന് 4-ാമതായിട്ട് ഇപ്പം 4-ാമതായിട്ട് പറയുന്നത് യഥാർത്ഥമായ ഒരു അറിവ്. എന്താണ്? യഥാർത്ഥമായ ഒരു അറിവ് ദൈവം നൽകിയിരിക്കുന്നു. യഥാർത്ഥമായ ഒരു അറിവ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട്, യഥാർത്ഥമായിട്ടൊരു അറിവ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ജ്ഞാനത്തിൽ നടക്കണം. ഇനി 5-ാമതായിട്ട് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്, അല്ലേ? നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്, ഒരു പ്ലാനുണ്ട്, പർപ്പസ് ഉണ്ട്, അതായത് ഒരു ഉദ്ദേശമുണ്ട് നമ്മുടെ ജീവിതത്തെക്കുറിച്ച്. അപ്പൊ 5 കൂട്ട കാര്യങ്ങളാണ് നാം ജ്ഞാനത്തിൽ നടക്കുക എന്ന് പറയുന്നതിന്റെ അതിപ്രധാനമായ 5 കൂട്ട കാര്യങ്ങൾ നമ്മളിവിടെ പഠിച്ചു. എന്തുകൊണ്ട് നാം കൃത്യമായിട്ട് ജ്ഞാനത്തിൽ നടക്കണം? 1, ഇത് ജ്ഞാനത്തിന് അടയാളമാണ്. ജ്ഞാനത്തിൽ നടക്കുന്നതൊരു അടയാളമാണ്. ജ്ഞാനത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അടയാളമായിട്ടാണ് വെച്ചിരിക്കുന്നത്, അല്ലെ? ഇതൊരു വലിയ അടയാളമായിട്ട് ഇവിടെ പൗലോസ് ലീഗ ഒരു അടയാളമാക്കി ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇതൊരു അടയാളമായി തന്നിരിക്കുക, മനസ്സിലായി? ഒരു സൈനാണ്. 2 പറഞ്ഞിരിക്കുന്നത് ഇത് ദുഷ്കാലമാണ്. ഞാനൊന്ന് വിവരിക്കട്ടെ. ദുഷ്കാലം, അല്ലെ? ദുഷ്കാലമാകയാൽ സമയം തക്കത്ത് ഉപയോഗിച്ചു കൊള്ളുവിൻ എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഇത് ദുഷ്കാലമാണ്. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? ഇത് നല്ല കാലമാണോ? ഇത് കൃപായുഗമാണ് എങ്കിൽ നമ്മൾ പറയുമ്പോഴും
ഇത് ദുഷ്കാലമാണ്, അല്ലേ? എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം പിശാചിന് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും തെറ്റിച്ചുകൊണ്ട് ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇത് ദുഷ്കാലമാണ്. എന്തും ഏതും അടുത്ത നിമിഷത്തിൽ എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. എന്തും സംഭവിക്കാം, ഏതും സംഭവിക്കാം. അപ്പൊ ഇത് ദുഷ്കാലമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് എന്താണ്? ജ്ഞാനത്തിൽ നടക്കണം. ജ്ഞാനത്തിൽ, ദുഷ്കാലമായതുകൊണ്ട് നമ്മൾ ജ്ഞാനത്തിൽ എന്ത് സംഭവിക്കാം? ജ്ഞാനത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ദുഷ്കാലമാണ്, അല്ലേ? ദൈവത്തെ വെടിയാനും ദൈവത്തെ അറിയാനും ഉള്ള സമയമുണ്ട്. ഈ അടുത്തിടയിൽ ഫേസ്ബുക്കിൽ തന്നെ വന്ന കാര്യങ്ങൾ കണ്ടില്ലേ? കുറെ ദേവദാസന്മാർ ഒരുമിച്ച് കൂടിയിട്ട് പറയുന്നു, യേശു ഇനി വരത്തില്ല. അവർ പറയുകയാണ്, യേശു ഇനി വരത്തില്ല. യേശു ഒരിക്കലായിട്ട് എന്നേക്കുമായിട്ട് വന്നു, ഇനി യേശു വരത്തില്ല. നമ്മളെല്ലാവരും മരിച്ച് അങ്ങോട്ട് പോകത്തേ ഉള്ളൂ. നമ്മൾ മരിച്ച് അങ്ങോട്ട് പോകത്തേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് ചില നൊട്ടേഷൻസ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇത് ദുഷ്കാലമാണ്, അല്ലേ? ക്രിസ്തു അവിടെയെന്നും ക്രിസ്തു ഇവിടെയെന്നും മാത്രമല്ല, കള്ളപ്രവാചകന്മാര് മറ്റുള്ളതെല്ലാം എഴുന്നേൽക്കും, മറ്റു പലതും കാണും എന്നുള്ള അടയാളങ്ങളെല്ലാം കർത്താവ് തന്നിട്ടുണ്ട്. ദുഷ്കാലമായതുകൊണ്ട് ദുഷ്ടൻ ഏത് രീതിയിലും നമ്മളെ നശിപ്പിക്കുവാൻ, ദൈവത്തിലും നമ്മളെ വിശ്വാസത്തെ ത്യജിക്കുവാൻ അവൻ കടന്നു വരും, അല്ലേ? വിശ്വാസത്യാഗം സംഭവിക്കണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ മനുഷ്യപുത്രൻ കർത്താവായ യേശുക്രിസ്തു വരുന്ന സമയത്ത് നമുക്ക് വിശ്വാസം കാണുമോ? ഈ പോക്ക് പോകാമെങ്കിൽ മിക്കവാറും ഈ ദുഷ്കാലത്തിൽ നമ്മുടെ വിശ്വാസം മൊത്തം പോയത് തന്നെ. ഇപ്പോഴേ വിശ്വാസം ഇല്ല. പിന്നെ ഒരു കണക്കിന് അങ്ങ് പോകുന്നു, കൂട്ടായ്മയൊക്കെ വെച്ച് ഇടയ്ക്കിടയ്ക്കുള്ള പ്രസംഗവും ഇതുപോലുള്ള ബൈബിൾ ക്ലാസ്സും ഇതൊക്കെ ഇങ്ങനെ വന്ന് നമ്മളൊക്കെ ഒരു തരത്തിൽ അങ്ങനെ പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലാവുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇത് ദുഷ്കാലമാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ട കാലമായത്. എന്തും ഏതും എവിടെയും സംഭവിക്കാം. ഞാൻ പറയുന്നതിന് കാരണം, എന്റെ പ്രിയപ്പെട്ടവരെ, നല്ലപോലെ ഞാൻ കണ്ട പലരും ഇന്നിന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത രീതിയിൽ മാറിപ്പോയി. ഞാൻ വളരെ ബഹുമാനിച്ചിരുന്നവർ വളരെ രീതിയിൽ മാറിപ്പോയി. എനിക്ക് മനസ്സിലായി, ഈ ദുഷ്കാലമാണ്. പ്രൈസ് ദി ലോർഡ്. കുടുംബങ്ങൾ ചിതറിപ്പോകുന്നു, വ്യക്തികൾ മാറിപ്പോകുന്നു, പലതും വന്ന് പിടിച്ചുകൊണ്ടേയിരിക്കുന്നു, എന്തും ഏതും നടന്നുകൊണ്ടേയിരിക്കുന്നു. ദൈവസഭയ്ക്കെതിരെ ആൾക്കാർ എഴുന്നേൽക്കുന്നു, ദൈവമക്കൾക്കെതിരെ എഴുന്നേൽക്കുന്നു, പലതും സംഭവിക്കുക. ദുഷ്കാലമാണ്. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ജ്ഞാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നടക്കണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 3, ജീവിതം വളരെ ചെറുതാണ്. ജീവിതം വളരെ ലൈഫ് ഷോർട്ടാണ്, അല്ലെ? നമ്മുടെ ജീവിതത്തിലെ ദൈവം തന്നിരിക്കുന്നതായിട്ടുള്ള ഈ ജീവിതം വളരെ ചെറുതാണ്, അല്ലേ? 7, 10 ഏറെ ആയാൽ 80 എന്ന് മോശ പ്രാർത്ഥിച്ചു, ദൈവം പറഞ്ഞില്ല. ക്ഷണഭങ്കുരമായ ഒരു ജീവിതം. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഒരു തലമുറ വരുന്നു, വേറൊരു തലമുറ പോകുന്നു, അല്ലേ? ആലോചിക്കേ, ഒരു തലമുറ വരുന്നു, അടുത്ത തലമുറ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് വെക്കേറ്റ് ആവുന്നു. ഇത് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു, പൊയ്ക്കൊണ്ടിരിക്കുന്നു, വന്നുകൊണ്ടിരിക്കുന്നു, പൊയ്ക്കൊണ്ടിരിക്കുന്നു. റോമാലേഖനം പറയുന്ന പോലെ സകല ദൈവത്തിൽ നിന്ന് ഉത്ഭവിച്ച് ദൈവത്തിലൂടെ ഒഴുകി ദൈവത്തിലേക്ക് ചേരുന്നു. ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മുടെയൊക്കെ ഇരിപ്പും നമ്മുടെയൊക്കെ ഭാവം നമ്മുടെയൊക്കെ പോക്കും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 1000 വർഷം ഇവിടെ അങ്ങ് ജീവിക്കുമെന്നുള്ള ലെവല്. കർത്താവ് വരുമെന്ന് പറയുകയും ചെയ്യും. 5 നിലയ്ക്കുള്ള വീടിന് അടിസ്ഥാനം ഇടുകയും ചെയ്യും. സ്തോത്രം, അല്ലേ? എനിക്കറിയത്തില്ല. ദൈവം തരുന്നതായിട്ടുള്ള സാമ്പത്തികം കൊണ്ട് വീട് പണിയാം. എത്രയോ പേര് കർത്താവ് ഒരു 5 ലക്ഷം രൂപ കിട്ടിയെങ്കിൽ ഞങ്ങൾക്ക് ഒരു വീട് പണിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേരുണ്ട്? 10 ലക്ഷം രൂപയുണ്ടെങ്കിൽ 10-20 ലക്ഷം രൂപ കൊടുത്താൽ നമുക്ക് നല്ലൊരു വീട് പണിയാം. കോട്ടെ 50 ലക്ഷം രൂപയുണ്ടെങ്കിൽ നമുക്ക് മണിമാടലൊക്കെ പണിയാം. ഇന്ന് ഓരോ ദേവദാസന്മാരുടെയൊക്കെ വീട് കണ്ടു കഴിഞ്ഞാൽ 3.5, 4, 5, 6, 7.5 കോടി, 10 കോടിയുടെയൊക്കെ വീടുകളാണ്. സ്തോത്രം. 10 കോടിയുടെ വീട്. ഈ പൈസയൊക്കെ ആരുടെ പേരിലാണെന്നറിയാമോ? യേശുവിന്റെ പേരിലുള്ള. ഇതെല്ലാം യേശുവിന്റെ പേരില്ല. അതല്ലേ ദുഃഖം. യേശുവിന്റെ പേരിലാണ് ഇതെല്ലാം കിട്ടുന്നത്. അല്ലാതെ ഇവർക്കൊന്നും ഒരു ചുക്കുമില്ല, ഇവർക്കൊന്നുമില്ല. വെറുതെ കുടവണ്ടി വീർത്ത് നടക്കുന്നു മാത്രമേ ഉള്ളൂ. എല്ലാം യേശുവിന്റെ പേരില്ല. ചാരിറ്റി ലെവൽ ആയിക്കൊള്ളട്ടെ, ഏത് തലത്തിലും ആയിക്കോട്ടെ, യേശുവിന്റെ പേരിൽ എല്ലാം ബാക്കി കൂട്ടുക. യേശുവിന്റെ പേരിൽ കണക്ക് പറഞ്ഞേ ഒക്കത്തുള്ളൂ. ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പം ഒഴുകഴി എക്സ്ക്യൂസ് ഒന്നും പറയാൻ പറ്റത്തില്ല. കണക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ. നിങ്ങൾ നോക്കണം, വിശുദ്ധ വേദപുസ്തകം ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ പഠിച്ചു നോക്കിയേ. വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടവരും മറ്റു തലത്തിൽ പിടിക്കപ്പെട്ടവരൊക്കെ രക്ഷപ്പെട്ട ചരിത്രം വിശുദ്ധ വേദപുസ്തകം പറയുന്നു. പക്ഷേ സാമ്പത്തികത്തിൽ അതിക്രമം കാണിച്ച് സാമ്പത്തികത്തിനകത്ത് ആരെങ്കിലും എന്തെങ്കിലും ഉപ്പും മുളകും ചേർത്തിട്ടുണ്ടെങ്കിൽ അവരാരും രക്ഷപ്പെട്ട ചരിത്രം വിശുദ്ധ വേദപുസ്തകം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വ്യക്തമാക്കുന്നില്ല.
പട്ടുപോയവരെ നമുക്ക് കണ്ടിട്ടുണ്ട്. സാമ്പത്തികത്തിൽ കൃത്രിമം കാണിച്ചവരെല്ലാം പട്ടുപോയിട്ടുണ്ട്. ബാക്കി എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നില്ല, നിങ്ങൾക്ക് മുമ്പേ വേശ്യകളും മറ്റുള്ളവരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന്. അതൊന്നും ഒരു കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമൊന്നുമല്ല. അവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. പാവനിയായ സ്ത്രീ, അല്ലേ, അതെല്ലാം രക്ഷപ്പെട്ട ചരിത്രം വിശുദ്ധ വേദപുസ്തകം പറയുന്നു. പക്ഷെ സാമ്പത്തികത്തിൽ അതിക്രമം കാട്ടിയവര്, പുതിയ നിയമത്തിൽ എന്താ സംഭവിച്ചത്? അനനിയാസും സഫീറയും ഇത്രയ്ക്കോ വസ്തു വിറ്റത്. അവരെന്ത് പറഞ്ഞു? പിന്നെ ഇത്രയ്ക്കാ. ഭാര്യയോട് ചോദിച്ചു. പുതിയ നിയമത്തിൽ നടന്ന സംഭവം, 2 വീണു ചത്തു. ഇന്നൊക്കെയാണെങ്കിൽ കേസ് കൊടുത്തേനെ. ഡബാസിന്റെ അടുത്ത് പോയി പുള്ളി എന്തോ പറഞ്ഞു, അവർ വീണ് ചത്തു. അയ്യോ, പുള്ളി ജയിലടച്ച് എന്തെങ്കിലും പരിപാടി കാട്ടിക്കൂട്ടിയേനെ. അന്നത്തെ കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. എനിക്കൊന്ന് അന്നത്തോട് കർത്താവ് ആ പരിപാടി നിർത്തി. കാരണം അങ്ങനെ കർത്താവിന് കൊല്ലായിരുന്നു എല്ലാവരെയും കർത്താവ് എന്ത് ചെയ്യണം? കൊല്ലണം. അതുകൊണ്ട് കൃപായുഗത്തിൽ കർത്താവ് ആ പരിപാടി പത്രോസിന്റെ കാലഘട്ടത്തിൽ നിർത്തിക്കളഞ്ഞു. എന്നോട് ഈ അടുത്തിടെയായിട്ട് ഞാൻ അടുത്ത് മീറ്റിങ്ങിന് പോയപ്പോ ഒരു പ്രോഗ്രാം ഞാൻ ഇങ്ങനെ പൊയ്ക്കോട്ടെ, എന്റെ വാഹനത്തിൽ ഞാൻ ചെന്നിട്ട് ആ ദേവദാസന്റെ വാഹനത്തിൽ ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യാം, കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യാം. അപ്പം ആലയത്തിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആ ദേവദാസൻ എന്നോട് പറഞ്ഞൊരു വാചകം ഇതാണ്: ദൈവദാസനെ, ഞാന് ഈ വലിയ വലിയ നേതാക്കന്മാര്, ദൈവദാസന്മാര്, ഇവരൊക്കെ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു, സാമ്പത്തികത്തിൽ എന്തൊക്കെ കൃത്രിമങ്ങളെ കാട്ടിക്കൂട്ടി എന്തൊക്കെ ചെയ്യണം, അവിടെ നിന്ന് അടിച്ചു മാറ്റി ഇവിടെ നിന്ന് അടിച്ചു മാറ്റി മക്കളെ പഠിപ്പിക്കുന്ന അത് എല്ലാം അടിച്ചു മാറ്റി പരിപാടിയിലാണല്ലോ. അതൊരു വലിയ കൃപയാണ്. അപ്പം ആ കൃപയിൽ അവർ നിറഞ്ഞുകൊണ്ട് ഇതെല്ലാം ചെയ്തു കൂട്ടുന്നു. എന്തേ അവർക്കൊന്നും സംഭവിക്കാത്തെന്ന് പുള്ളി പറയാം. പുള്ളി എപ്പോഴും പുള്ളിയുടെ മനസ്സിന്റെ വിഷമം അതാണ്. പുള്ളി പറയാൻ, നമ്മളിവിടെ ചെറിയ കാറ് കൊണ്ടു നടക്കുക, അവര് ദിവസം വർഷം കാറ് മാറ്റിക്കൊണ്ടിരിക്കുക. എന്ത് കർത്താവ് ഇതൊക്കെ ടെക്നിക്ക് എന്താന്ന് പുള്ളി ഇങ്ങനെ നടന്നു. ഒരിക്കൽ പുള്ളി പറയാ, ഞാനൊരു ദൈവദാസനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹമാണ് എനിക്ക് എന്റെ മറുപടി തന്നത്. ഞാൻ പറഞ്ഞു, എന്നതാണ്? ഞാൻ പറഞ്ഞ, ഈ ആത്മാവ് അകത്തുള്ളവനെ മാത്രമേ കർത്താവ് തൊടത്തുള്ളൂ. അവൻ എന്തെങ്കിലും കാട്ടിയാൽ ദൈവം തൊടും. ആത്മാവില്ലാത്തവരെ ദൈവം തൊടത്തില്ല. മനസ്സിലായില്ലേ? അയ്യോ, ഞാനത് കേട്ട ഞെട്ടിപ്പോയി. പുള്ളി പറഞ്ഞ, ദൈവദാസന്റെ ഉള്ളിലും നമ്മുടെ ഉള്ളിലേക്ക് ആത്മാവ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാട്ടിയാൽ പരിശുദ്ധം ചെയ്യും. ബാലശിക്ഷ നൽകുമെന്നപ്പനെങ്കിലും ചേലോടു തൻ സ്നേഹം കുറഞ്ഞു പോയിട. ബാലശിക്ഷ നൽകും, ഒരു കൊട്ട് തരും, എന്തെങ്കിലും തരും. പക്ഷെ ഇവർക്കൊന്നും ഒരു കൊട്ടുമില്ല, അടിയില്ല, ഒന്നുമില്ല. അതിനർത്ഥം എന്താണ്? അവരുടെ ഉള്ളിൽ എന്തില്ല? ആത്മാവില്ല. ഗ്ലോറി. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കട്ടെ. അപ്പം ജീവിതം വളരെ ചെറുതാണ്. ഞാൻ സാധാരണ ഈ പ്രൈസ് ആൻഡ് വർഷിപ്പ് ഒക്കെ ചെയ്യാൻ പോകുന്ന സമയത്ത്, പാട്ട് പാടാനൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഒരു ജോലിയാണ്. അതുകൊണ്ട് ഞാൻ അതൊക്കെ റെക്കോർഡിങ് ആയിക്കൊള്ളട്ടെ, ആൾക്കാർ പാട്ടൊക്കെ എഴുതിയിട്ട് എന്നെ വിളിക്കുക, റെക്കോർഡിംഗ് സ്റ്റുഡിയോ പോയി പാടും, അല്ലെങ്കിൽ സ്റ്റേജ് പ്രോഗ്രാമിന് വേണ്ടി പോകും. അപ്പൊ ഈ പ്രോഗ്രാമൊക്കെ പോകുമ്പോൾ ഞാൻ ഒരു പാട്ട് എപ്പോഴും പാടും: ജീവിതം ഒന്നേ ഉള്ളൂ, അത് വെറുതെ പാഴാക്കിയിടല്ലേ, മരിക്കും മുൻപേ ഒന്ന് ഓർത്തിടുക, അല്ലേ? അപ്പൊ അതിനെപ്പറ്റി ഒരു പാട്ട്, അത് ഈ പരസ്യബോധനങ്ങൾക്കും പൊതുവായിട്ടുള്ള കൺവെൻഷനൊക്കെ ഞാൻ ആ പാട്ട് പാടാറുണ്ട്. ഇപ്പൊ ജീവിതം, there is only one life, വാഴ്ക്ക ഒന്നേ ഉണ്ട്, ജീവിതം ഒന്നേ ഉണ്ട്, ജീവിതം ഒന്നേ ഉള്ളൂ, ഒന്നേ കാലില്ല, അല്ലേ? ഒന്നേ കാലുണ്ടായിരുന്നെങ്കിൽ, ഒത്തിരി ജീവിതങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൂട്ടാമായിരുന്നു. പക്ഷേ എന്ത് പറയാൻ, there is only one life, ജീവിതം ഒന്ന് മാത്രമേ ഉള്ളൂ. അതെത്രയാ? ഞരങ്ങിക്കൊണ്ടല്ലേ. 40 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയ സ്ഥിതിഗതികൾ. ഒരു 45 കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട. പിന്നെ അങ്ങോട്ട് രോഗങ്ങളായി, എന്തെല്ലാം രോഗങ്ങളാ, ഏതൊക്കെ രോഗങ്ങളാ. പിന്നെ രോഗങ്ങളുടെ പേര് പറഞ്ഞ് ഗമയെടുക്കുന്നവരും ഉണ്ട്, അത് വേറെ വിഷയം. ഇപ്പം ആഹാരം കഴിക്കുന്നതിന് കൂടുതൽ ആൾക്കാർ കഴിക്കുന്നത് അറിയാമോ? ഗുളിക. ഞാൻ ഒരിക്കൽ ഈ മുംബൈയിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എന്റെ ഓപ്പോസിറ്റ് ഇരുന്ന ഒരു ഫാമിലി, അവർ കൊണ്ടുവന്ന പൊതി ഇത്രയേ ഉള്ളൂ, കുഞ്ഞു പൊതിയില, കൊച്ചു പൊതിക്കകത്ത് ആഹാരം കഴിക്കുന്നു. അവസാനം വൈകുന്നേരത്ത് ഞാൻ വൈകിട്ട് നോക്കിയപ്പോൾ ഒരു വലിയ ഡപ്പി, അവരെയും കാട്ടി പൊക്കമുണ്ട്, അതിൻ്റെ മൊത്തം ഗുളികയാണ്. ഓരോന്നോരോന്നോരോന്നോടത്ത് കഴിക്കുക. അത് കഴിച്ചാൽ മാത്രം മതി അവരെ വയറ് നിറയും. മനസ്സിലാകുന്നുണ്ടോ? ഇത്രയും ഗുളിക കഴിച്ചാൽ കഴിയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി പ്രിയപ്പെട്ടവരെ. ഇപ്പം ജീവിതം ചെറുതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവിക ജ്ഞാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അഹങ്കരിക്കരുതെന്നാ പറഞ്ഞതിന്റെ സാരം. നമ്മൾ ആരും എന്ത് ചെയ്യരുത്? അഹങ്കരിക്കരുത് പ്രിയപ്പെട്ടവരെ. ജീവിതം ഷോർട്ടാണ്. അതുകൊണ്ട് തന്നെ എന്താണ് യഥാർത്ഥമായ ഒരു അറിവ് എന്താണ് ദൈവം നൽകിയിരിക്കും നമുക്ക്. യഥാർത്ഥമായ ഒരു ജ്ഞാനത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം യഥാർത്ഥമായ ഒരു അറിവ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു എന്നാണ്, അല്ലെ? ജ്ഞാനത്തിൽ നടക്കുക എന്നുള്ളത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അറിവാണ്, യഥാർത്ഥമായ ഒരു അറിവാണ്. ആ അറിവ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ജ്ഞാനത്തിൽ നടക്കണം.
5 എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് എന്തുണ്ട്? ഒരു പ്ലാൻ ഉണ്ട്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു പ്ലാൻ ഉണ്ട്. ഉണ്ടോ? ഈ സന്ദേശം കേൾക്കുന്ന അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാനൊരു ദൂത് പറയാം. നിങ്ങളെല്ലാം കുറിച്ച് എൻ്റെ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. നിങ്ങളെല്ലാരെയും കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? തമ്പുരാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും തെറ്റത്തില്ല, അതൊന്നും മാറിപ്പോകത്തില്ല. ആകാശം ഒഴിഞ്ഞു പോകും, ഭൂമി മാറിപ്പോകും, പക്ഷേ തമ്പുരാൻ എഴുതി വെച്ചിരിക്കുന്ന ഒന്നിനും അക്കങ്ങൾക്ക് വള്ളി പുള്ളി വ്യത്യാസം ഉണ്ടാകത്തില്ല. പ്രിയപ്പെട്ടവരെ, ദൈവമാണ് നിങ്ങളോട് ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവമാണ് നിങ്ങളോട് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവമാണ് നിങ്ങളോട് ശക്തമായിട്ട് നിങ്ങളുടെ ഭാവിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. ഞാൻ ജീവനുള്ള ദേശത്ത് ദൈവത്തിന്റെ നന്മ കാണും എന്ന് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇല്ലാത്തവരെ നോക്കി സങ്കീർത്തനക്കാരൻ പറയുന്നു, കഷ്ടമെന്നാ പറയുന്നത്, അല്ലേ? കഷ്ടമെന്നാ പറയുന്നേ. അപ്പൊ ദൈവത്തിന് നമ്മളെ കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. നീ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്ന എൻ്റെ എല്ലാ ബഹുമാനപ്പെട്ടവരെ നോക്കി ഞാൻ ദൈവനാമത്തിൽ പറയട്ടെ, നിങ്ങളെല്ലാവരെയും കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിന്റെ പ്ലാൻ ഉണ്ട്, ദൈവത്തിന് ഒരു പദ്ധതി, ദൈവത്തിന്റെ പ്ലാൻ ഉണ്ട്, ദൈവത്തിന്റെ പർപ്പസ്, ഉദ്ദേശമുണ്ട്. ഉറപ്പുണ്ടോ? പറഞ്ഞാട്ടെ. നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങൾ പറഞ്ഞാട്ടെ, അതെ, എന്നെ കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്, ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. അതുകൊണ്ടാ കുഞ്ഞേ, അതുകൊണ്ടാ ദൈവമക്കളെ, നിങ്ങൾ ജ്ഞാനത്തിൽ നടക്കണമെന്ന് പറയണേ. നമ്മളെല്ലാരെയും കുറിച്ച് ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. നമ്മുടെ പിതാവ് മാതാവ് നമ്മളെ വളർത്തിയപ്പോൾ അവർക്കൊരു ഉദ്ദേശമുണ്ടായിരുന്നു. എൻ്റെ മകനെ, എൻ്റെ മകളെ ഇന്നതാക്കി തീർക്കണമെന്ന്. ഞാൻ പലയാവർത്തി കുട്ടികളുടെ ഇടയിൽ ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ, കുഞ്ഞുങ്ങളോട് സംസാരിക്കാനൊക്കെ പോകുമ്പോൾ, 10ാം ക്ലാസ്സിന് മുമ്പ് വരെ ഞാൻ കുഞ്ഞുങ്ങളോട് ചോദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു 7ാം ക്ലാസ്സിന് പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു കുഞ്ഞിനെ വിളിച്ചു ചോദിച്ചാൽ, പെൺകുഞ്ഞുങ്ങളായിക്കോട്ടെ ആൺകുഞ്ഞുങ്ങളായിക്കോട്ടെ, ചോദിച്ചു കഴിഞ്ഞാൽ, എന്താകണം കുട്ടി? എനിക്ക് ഡോക്ടറാകണം, എനിക്ക് ഡോക്ടറാകണം. വേറൊരുതിന് എനിക്ക് എന്താകണം? എനിക്ക് പോലീസാകണം. ഇന്നതാകണം, ഒരു ഉദ്ദേശമുണ്ട്, അല്ലേ? അപ്പൻ പറഞ്ഞിരിക്കാം, അമ്മ പറഞ്ഞിരിക്കാം, നീ ഇന്നതായി തീരണം, അല്ലേ? അപ്പം ഓരോരുത്തർക്കും ഓരോ ഉദ്ദേശമുണ്ട്. പക്ഷെ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ, റിസൾട്ട് വന്ന് കഴിയുമ്പോൾ ഈ ഉദ്ദേശം എന്ത് ചെയ്യും? ഹലോ, 10ാം ക്ലാസ് പരീക്ഷ എഴുതി റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പം നമ്മുടെ ഉദ്ദേശം മൊത്തം ആ റിസൾട്ടിലൂടെ ഒലിച്ചുപോയി, അല്ലേ? ആ ഉത്തരത്തിൽ എടുക്കുന്ന എടുക്കുകയും വേണം, കഷ്ടത്തിരിക്കുന്ന പോകുകയും ചെയ്യരുത്. അധ്വാനിക്കാൻ വയ്യ, നോ പെയിൻ നോ ഗെയിൻ. അധ്വാനിക്കാൻ നമുക്ക് എന്തില്ല? നമുക്കൊരു വിജയമില്ല പ്രിയപ്പെട്ടവരെ. നല്ലപോലെ അധ്വാനിച്ച് കൃഷി ചെയ്യുന്ന ആ കൃഷിക്കാരന് മാത്രമേ നല്ല ഫലം കിട്ടത്തുള്ളൂ. അധ്വാനത്തിന്റെ ഫലം തനിക്ക് ലഭിക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത്, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത്, അപ്പം എല്ലാവരെയും കുറിച്ച് അപ്പനും അമ്മയ്ക്കും ഒരു പ്ലാൻ ഉണ്ട്, അപ്പനും അമ്മയ്ക്കും ഒരു പർപ്പസ് ഉണ്ട്. പിന്നെ വളർന്നു വരുന്ന വഴിക്ക് അവർക്കും അവരെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്, അവരെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. പണ്ടൊരിക്കൽ ഞാനൊരു കുഞ്ഞിനോട്, പെൺകുട്ടിയാ, അവരോട് ഞാൻ ചോദിച്ചെടി, നിന്റെ ഉദ്ദേശം എന്തുവാ? നിന്റെ പ്ലാൻ എന്തുവാ? നിന്റെ ഉദ്ദേശം എന്തുവാ ചോദിച്ചാൽ പറഞ്ഞു, അങ്ങളെ വല്ലച്ചാതി +2 കഴിയണം, കല്യാണം കഴിഞ്ഞ് പോകണം, ഇതാണ് എന്റെ ഉദ്ദേശം. എന്റെ ആഗ്രഹം അതാണ്. ഇതാണ് വല്ലച്ചാതി അമ്മയും അപ്പനെ ഒന്ന് ബോധിപ്പിക്കാൻ +2 വരെയെങ്കിലും എനിക്കൊന്ന് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞ് +2 എക്സാം കഴിയുമ്പോഴേ ആലോചന തുടങ്ങിയിരിക്കണം, കല്യാണം കഴിക്കണം. ഇതാണ് എന്റെ ആഗ്രഹം. നോക്കണം, അവൾ ആഗ്രഹം പോലെ തന്നെ നടന്നു. +2 കഴിയുന്നതിന് മുമ്പ് തന്നെ അവിടെ കല്യാണം കഴിഞ്ഞു. അത് വേറെ വിഷയം, ഗ്ലോറി, അത് പോട്ടെ. ഞാൻ പറഞ്ഞത് സാരം, അപ്പനും അമ്മയ്ക്കും നമ്മളെ കുറിച്ച്, നമ്മുടെ സഭയിലെ പാസ്റ്ററിന് നമ്മളെ കുറിച്ച്, പുറത്തുള്ളവർക്ക് നമ്മളെ കുറിച്ചൊക്കെ ചില പ്ലാൻ ഉണ്ട്, ഉദ്ദേശമുണ്ട്. പക്ഷെ അതൊക്കെ അവിടെ നിൽക്കുമ്പം, അതിനപ്പുറമായിട്ട്, ഞാൻ അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമായിരുന്ന സമയത്തെ എന്നെ വിളിച്ച് പേർ ചൊല്ലി വിളിച്ച, നീ എന്നെ അറിയാതിരിക്കെ, യശയ്യാപ്രവാചകന്റെ പുസ്തകം 45 പറയുന്ന പോലെ, നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, അല്ലേ? നമ്മളെ പേർ ചൊല്ലി വിളിച്ച നമ്മുടെ കർത്താവായ യേശു കർത്താവ് ഇപ്രകാരം പറയുകയാണ്, മോനെ മോളെ, നീ ജ്ഞാനത്തിൽ നടക്കണം. കാരണം എനിക്ക് നിന്നെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്, നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിന്നെ കുറിച്ച് എനിക്കൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിൽ നീ എത്തപ്പെടണം. ആ ഉദ്ദേശത്തിൽ നീ എത്തി അതിൻ്റെതായ പൂർത്തീകരണത്തിലേക്ക് എത്തപ്പെടണമെന്ന് എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. ആ ഒരു ആഗ്രഹത്തിലേക്ക് നീ എത്തപ്പെടണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ജ്ഞാനത്തിൽ നടക്കണം. നാം എന്ത് ചെയ്യണം? ജ്ഞാനത്തിൽ നടക്കണം. അപ്പൊ ജ്ഞാനത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞതിന്റെ സാരം മനസ്സിലായോ? സിമ്പിൾ ആണെങ്കിലും
സൂക്ഷ്മതയോടെ, അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ട്. അപ്പം അജ്ഞാനികളായിട്ട് പിശാച് നമ്മളെ മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിൽ ഈ സന്ദേശം വഴി നമുക്കൊരു രൂപാന്തരം ഉണ്ടാകണം. കർത്താവെ, അജ്ഞാനിയായിട്ടല്ല, ജ്ഞാനിയായിട്ട്. പറഞ്ഞേ, ജ്ഞാനിയായിട്ട് നിൽക്കുന്നെങ്കിൽ, ജീവിക്കുന്നുണ്ടെങ്കിൽ ജ്ഞാനിയായിട്ട് എനിക്ക് ജീവിക്കണം. ആ ജ്ഞാനത്തിൽ എനിക്ക് നടക്കണം, അല്ലെ? ആ ജ്ഞാനത്തിൽ നടന്നെങ്കിലേ എന്റെ ജ്ഞാനം വർദ്ധിക്കത്തുള്ളൂ. മറ്റുള്ളവരുടെ ശാസനകൾ എനിക്ക് അതിന്റെ വർധനവിന് കാരണം, ജ്ഞാനവർദ്ധനവിന് കാരണമായി തീരും. അതിന്റെ തലയ്ക്ക് എണ്ണയായി തീരും, അത് ദയയായി തീരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ജ്ഞാനത്തിൽ നടക്കണം. ഇതൊക്കെ നല്ല രീതിയിൽ നമ്മുടെ സഭകളിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുത്താറുണ്ടല്ലോ, പറഞ്ഞു കൊടുത്താറുണ്ടല്ലോ. സഭാവിശ്വാസികളുടെ ഉള്ളിക്കൈ ഇത് എന്നും കൊണ്ടും നമുക്ക് ദാവീദും ഗോലിയാത്തും അല്ലേ ഉള്ളൂ. നമുക്ക് എന്നും കൊണ്ടും ദാവീദും ഗോലിയാത്തും, പിന്നെ എന്താണ്, ഹാമാനും മൊർദെഖായും, കുറെ കഥാപാത്രങ്ങളുണ്ട്. പിന്നെ ഇതൊന്നും പോരെങ്കിൽ അധ്വാനിക്കാൻ വല്ലാത്തവർക്ക് യെശയ്യാപ്രവാചകന്റെ പുസ്തകമുണ്ട്, പോരെ. മൊത്തം പ്രവചനമില്ല എന്റെ നടക്കുന്നത്. അതിലെ ഒരു കൊട്ടേഷൻ എടുക്കുക, അങ്ങ് പ്രവചനം നൂത്തം കടിക്കുക. ഗ്ലോറി. ഇതാ ഞാൻ നിന്റെ ജീവിതത്തിൽ പുതിയൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോകും. എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം ലെവലുകള്. അപ്പൊ വിശ്വാസത്തിൽ കൈയടിക്കും, സ്വോത്രം പറയും, ഗ്ലോറി പറയും, അവരങ്ങ് പോകും. പിന്നെയും ചങ്കരം പിന്നെയും തെങ്ങമ്മേലെന്ന് പറഞ്ഞതുപോലെ വിശ്വാസത്തിൽ വീണ്ടും പഴയതുപോലെ തന്നെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അവർക്ക് പറഞ്ഞ് മനസ്സിലായിക്കോളും. ഒരു പ്രതികൂലം വരുമ്പം, ഒരു പ്രതിസന്ധി വരുമ്പം പാസ്റ്റർ കൂടെ കാണത്തില്ല, കൂടെ ഇരുന്ന് ആരാധിക്കുന്നവരും കൈയടിക്കുന്നവരും കൂടെ ഇരിക്കുന്നു കാണത്തില്ല. കൈ ഓർത്തു പിടിച്ചവരും കാണത്തില്ല. ഒറ്റയ്ക്ക അല്ലേ? നമ്മൾ ആലോചിക്കേ, ഒരു ക്ലാസ്സിൽ ഏകദേശം 60 കുട്ടികൾ കാണുമെന്ന് വിചാരിച്ചോ. 60 കുട്ടികളായിരിക്കും ഒരു ക്ലാസ്സിലുള്ളത്. അതിലൊരു ബെഞ്ചിൽ എത്ര പേരിരിക്കും? ഒരു ബെഞ്ചിൽ 4 അല്ലെങ്കിൽ 5, അല്ലെ? ഒരു ബെഞ്ചിൽ നമ്മുടെയൊക്കെ പണ്ട് കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഞാനൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ 5 പേരൊക്കെ നിരന്നിരിക്കുന്നത്. 60 കുട്ടികളുടെ അടുത്ത് ഒരു ബെഞ്ചിൽ 5 പേരിരിക്കും. പക്ഷേ പരീക്ഷ വരുമ്പോഴോ ഒരു ബെഞ്ചില് അങ്ങേയറ്റത്ത് ഒരാൾ കാണും, അങ്ങേറ്റത്ത് ഒരാൾ കാണും. എന്ന് പറഞ്ഞാൽ അടുത്തു പോലും ഇരുത്തത്തില്ല, ഒറ്റയ്ക്ക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു പരീക്ഷ വരുമ്പം, കഷ്ടകാലം വരുമ്പം, പ്രതികൂലം വരുമ്പോൾ എപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക. ബാക്കി എല്ലാ സമയത്തും എല്ലാവരും കാണും. പക്ഷേ സ്മൈൽ ദ വേർഡ് വിൽ സ്മൈൽ വിത്ത് യു, വീപ്പ് യു വീപ്പ് അലോൺ. ചിരിക്കുമ്പോൾ നമ്മുടെ കൂടെ എല്ലാവരും കാണും, കരയുമ്പോൾ നിന്നിഴൽ മാത്രം വരും. പാട്ടുകാരൻ പാടിയതുപോലെ അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാവരും പടി ഇറങ്ങുമ്പം പടി കയറുന്ന ഒരു വ്യക്തിയുണ്ട്. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ കർത്താവ് നമ്മോട് പൗലോസ്ലീഹ വഴി പറയുകയാണ്, നിങ്ങൾ എല്ലാവരും ജ്ഞാനത്തിൽ നടക്കണം. ഇത് നമ്മുടെ ദൈവസഭയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, അല്ലെ? നമ്മൾ ദൈവിക ജ്ഞാനത്തിൽ നടക്കണം, അജ്ഞാനികളായിട്ട് നടക്കണം. ജ്ഞാനികളായിട്ട്, ചീതവാനും അല്ല, അജ്ഞാനികളും ആകുന്നില്ല, ജ്ഞാനികളും ആകുന്നില്ല. എന്നാ പിന്നെ എന്തുകൊണ്ട് പാസ്റ്ററെ കുഴപ്പം? ഞങ്ങൾ ജ്ഞാനികളും ആകുന്നില്ല, അജ്ഞാനികളും ആകുന്നില്ല, അല്ലെ? അവരോട് എനിക്ക് പറയാനുള്ളത്, 2 വള്ളത്തെ കാല് ചവിട്ടിയാൽ ഒരു വള്ളം അങ്ങോട്ടും പിടിക്കും, ഒരു വള്ളം ഇങ്ങോട്ടും പിടിക്കും. പിന്നെ എവിടെ നിൽക്കും എന്നുള്ളത് നിങ്ങളുടെ മനസ്സാക്ഷി ഞാൻ വിടുകയാണ്. കർത്താവിന്റെ വചനത്തിൽ പറയുന്നു, നീ ശീതവാനായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, ഉഷ്ണവാനായിരുന്നെങ്കിലും കൊള്ളായിരുന്നു. ഇത് നീ ചൂടുമല്ല തണുപ്പുമല്ല. എന്താണ്? നീ ശീതോഷ്ണാവസ്ഥയിലായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചൂടും തണുപ്പും കൂടെ മിക്സ് ചെയ്ത്, ഒരു മിക്സഡ് എന്ന് പറഞ്ഞാൽ ഒരു അവിയല് പരുവത്തില്, ആ അവിയല് പരുവത്തിൽ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. കർത്താവ് പറയും, ഞാൻ നിന്നെ തുപ്പിക്കളയുന്നു. മലയാള പേര് കൊടുത്തിരിക്കുന്നു ഉമിണ് കളയുന്നു. ഞാൻ തുപ്പിക്കളയും, അല്ലെ? അതാണ് അവിടെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ പ്രിയപ്പെട്ടവരെ, കർത്താവ് തുപ്പിക്കളയുമെന്ന് പറയുന്നു. പക്ഷെ അതെങ്ങനെ ജീവിക്കുന്നവരാ? ഒന്നേ നീ അജ്ഞാനിയായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ ജ്ഞാനിയായിട്ട് ജീവിക്കണം. ഇത് അജ്ഞാനിയും ഉണ്ട്, ജ്ഞാനിയും ഉണ്ട്, അല്ലെ? കരയിൽ കയറുമ്പം പാമ്പ്, വെള്ളത്തിൽ ഇറങ്ങുമ്പം മീന്. സ്തോത്രം. അതുകൊണ്ട് ജ്ഞാനികളായിട്ട് നടക്കണം. സ്നേഹത്തിൽ നടന്നതുപോലെ, വെളിച്ചത്തിൽ നടന്നതുപോലെ പൗലോസ്ലീഹ പറയുന്നു, നാം എന്ത് ചെയ്യണം? ജ്ഞാനത്തിൽ നടക്കണം. ദൈവീക ജ്ഞാനത്തിൽ. ദൈവമക്കൾക്ക് ഏറ്റവും പരമപ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ എനിക്ക് പറയാൻ കഴിഞ്ഞത്, അല്ലേ? നമ്മളെല്ലാവരും ജ്ഞാനിയാണെന്ന് അഭിനയിക്കുകയല്ല ചെയ്യേണ്ടത്. ജ്ഞാനിയായെന്ന് അഭിനയിക്കുകയല്ല ചെയ്യേണ്ടത്. ജ്ഞാനത്തിൽ, കർത്താവിന്റെ ജ്ഞാനത്തിൽ നമ്മൾ നടക്കണം. അങ്ങനെയെങ്കിൽ
ആരു വെറുത്താലും ആരു ചെറുത്താലും സാരമില്ലെന്നുള്ളം ചൊല്ലുന്നു. അല്ലേ അല്ലേ? അപ്പം എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്താനന്ദം എനിക്ക് എന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയാണ്. ഞാൻ എപ്പോഴും ചേർന്ന് പാടുന്ന ഒരു പാട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, എൻ്റെ ഒത്തിരി വരികളുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കുറെ വരികളുണ്ട്. പറഞ്ഞ സാധനം പ്രിയപ്പെട്ടവരെ, നാം ദൈവിക ജ്ഞാനത്തിൽ നടക്കണം. അല്ലേ? അപ്പം ജ്ഞാനത്തിന് അടയാളമായതുകൊണ്ട് നമ്മൾ ദൈവിക ജ്ഞാനത്തിൽ നടക്കണം. ഇത് ദുഷ്കാലമായതുകൊണ്ട് നമ്മൾ ആ ദൈവിക ജ്ഞാനത്തിൽ നടക്കണം. ജീവിതം വളരെ ചെറുതായതുകൊണ്ട് നമ്മൾ ദൈവിക ജ്ഞാനത്തിൽ നടക്കണം. മാത്രമല്ല ഇതൊരു മുന്നറിയിപ്പായതുകൊണ്ട്, ഇതൊരു അറിവായതുകൊണ്ട്, മുന്നറിവായതുകൊണ്ട് ജ്ഞാനത്തിൽ നടക്കണം. അതുപോലെ തന്നെ ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്, ദൈവത്തിന്റെ പ്ലാനാണെന്ന് അറിഞ്ഞതുകൊണ്ട് നമ്മൾ ജ്ഞാനത്തിൽ നടക്കണം. സൂക്ഷ്മതയോടെ ചുറ്റുവട്ടങ്ങളെ വീക്ഷിച്ച്, മറ്റുള്ളതിനെ വീക്ഷിച്ച്, നമ്മൾ അജ്ഞാനികളായിട്ടല്ല, ഇല്ലാത്തവരായിട്ടല്ല, ജ്ഞാനികളായിട്ട് ജീവിച്ചാൽ, പൗലോസ് പറയുന്ന ആ പദത്തിനെ ചേർന്ന് പറയുകയാണ്, നമുക്ക് പ്രതിഫലമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ചിലപ്പോൾ ഒന്നും കാണത്തില്ല, ഇവിടെ ചിലപ്പോൾ ഒന്നും കണ്ടെന്നും ഇരിക്കത്തില്ല, പക്ഷേ നമുക്ക് പ്രതിഫലം അങ്ങ് ഉയരെയാണ്. ഒത്തിരി കൃപകൾ ലഭിച്ചില്ലേലും, ഒത്തിരി അടയാളങ്ങൾ ലഭിച്ചില്ലേലും, ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നില്ലേലും, നമ്മളിലൂടെ നടന്നില്ലേലും, നാം നടക്കുന്നത് ദൈവസ്നേഹത്തിലും ദൈവത്തിന്റെ വെളിച്ചത്തിലും അതുപോലെ തന്നെ ജ്ഞാനത്തിലുമായാൽ അത് ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു അവസ്ഥയെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേര് ചേർന്ന് കർത്താവിന് ഒരു സ്തോത്രം പറയാനിട വരും. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മുടെ സമയം എത്രയായി? 8:47. എന്റെ ഇതില് 8:47 കാണിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ജ്ഞാനത്തിൽ നടക്കുക എന്ന പദം കൊണ്ട് എന്താണ് പൗലോസ് ശ്ലീഹ അർത്ഥമാക്കുന്ന കാര്യം. അടുത്തത് അതിന്റെ 18 മുതൽ 21 വരെയുള്ള വാക്യമാണ് നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത്. എന്താണ്? ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യം, സ്നേഹത്തിൽ നടക്കുക, വെളിച്ചത്തിൽ നടക്കുക, ജ്ഞാനത്തിൽ നടക്കുക. ഇനി ഒന്നുണ്ട്, ആത്മാവിൽ നടക്കുക. എന്താണ്? ആത്മനിറവിൽ നടക്കുക. ആത്മനിറവിൽ നാം നടക്കണം. അതാണ് പൗലോസ് ശ്ലീഹ ഇവിടെ നമുക്ക് 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. ആത്മനിറവിൽ നാം നടക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്, അല്ലെ? ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. നോക്കണേ, ഈ നിറവ് എന്ന് പറയുമ്പോൾ കർത്താവ് പറഞ്ഞു, അല്ലയോ ദാഹിക്കുന്നവരെല്ലാവരും എൻ്റെ അരികിൽ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ഞാൻ എന്ത് ചെയ്യും? സൗജന്യമായിട്ട് കൊടുത്ത് നിറയ്ക്കും. അപ്പൊ ദാഹമുള്ളവനെ ദൈവം എന്ത് ചെയ്യത്തുള്ളൂ? നിറയ്ക്കത്തുള്ളൂ. ഈ നിറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിറവിനെ പറ്റി പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ചിന്തിക്കാനും പഠിക്കാനുമുണ്ട്. അതായത് നമ്മുടെ FEC ക്ലാസ്സിൽ നമുക്ക് ഇനി മുൻപോട്ട് പറഞ്ഞു പോകാൻ സമയമില്ല. ആത്മനിറവിനെ പറ്റിയുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അത് പഠിക്കുന്നതായിരിക്കും. ഇന്നിപ്പോ ജ്ഞാനത്തെ പറ്റി പഠിച്ചല്ലോ, ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഞാൻ ആത്മനിറവിനെ പറ്റി ഞാൻ പൊതുവായിട്ട് പറയുന്നുള്ളൂ. അത് ക്ലാസ്സിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അപ്പം ഈ യേശു കർത്താവ് ഗലീലയിലെ കാനായിൽ കല്യാണം ഉണ്ടായി നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അവിടെ ചെന്നിട്ട് കൽഭരണികൾ, അപ്പൊ അവിടത്തെ ഉള്ളതായ ദാസന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ആ കൽഭരണികൾ നിറയ്ക്കാൻ പറഞ്ഞു, അല്ലെ? ആ കൽപാത്രങ്ങൾ അവർ വക്കോളം നിറച്ചു, അല്ലെ? വക്കോളം നിറച്ചു. അപ്പൊ അതിനെന്ത് ചെയ്തു? കർത്താവ് തൊട്ടു, പ്രാർത്ഥിച്ചു, അത് വയനാക്കി അത് കൊടുത്തു. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഒരു നിറവ് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അതിനകത്ത് ഒരു നിറവുണ്ടായി, ആ കൽഭരണിയിൽ ഒരു നിറവുണ്ടായി. ആ നിറവ് എന്ത് ചെയ്തു? അത് മറ്റുള്ളവർക്ക് പ്രയോജനമാകുവാൻ ഇടവന്നു. എന്നാൽ പുതിയ നിയമത്തിന്റെ ഒരു പഠിപ്പിക്കൽ, യഥാർത്ഥമായി കൊടുത്തിരിക്കുന്ന വേറൊരു പഠിപ്പിക്കൽ, ആത്മനിറവ് എന്ന് പറയുമ്പം അകം കൊണ്ട് നിറഞ്ഞ് അവിടെ തന്നെ ഇരിക്കാനല്ല, നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു തലം. പൈസലോ, ആത്മീക നിറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വക്കോളം നിറയ്ക്കുന്ന ഒരു നിറവല്ല, പ്രത്യുത നിറഞ്ഞ് കവിയണം. എന്നിൽ നിന്ന് എന്ത് ചെയ്യണം? നിറഞ്ഞ് തുളുമ്പണം എന്നല്ല, എന്നിൽ നിന്ന് നിറഞ്ഞ് കവിയണം. മനസ്സിലാവുന്നുണ്ടോ ആ പദം?
ആത്മനിറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വക്കോളം നിറയുക എന്നുള്ളതല്ല, ഞാൻ എന്താണ് നിറഞ്ഞു തുളുമ്പുക എന്നുള്ളതല്ല, മറിച്ച് എന്താണ് നിറഞ്ഞ് കവിയുക. അതാണ് ആത്മനിറവ് എന്ന പദം കൊണ്ട് ഏറ്റവും കൂടുതൽ അർത്ഥമാക്കുന്നത്. ഒത്തിരി ഡിക്ഷണറികളിൽ, കമന്ററികളിൽ കൊടുത്തിരിക്കുന്ന പദവും അതങ്ങനെയാണ്. എന്താണ് ആത്മനിറവ്? ആത്മാവിന്റെ നിറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കവിഞ്ഞൊഴുകുന്ന പരിശുദ്ധാത്മാവിന്റെ എന്താണ് നിറഞ്ഞ് കവിയലാണ്. പറഞ്ഞ കാര്യമുണ്ടോ? നമ്മളൊക്കെ പരിശുദ്ധാത്മാവ് എന്ന് കേട്ടാൽ ഉടനെ നമ്മുടെ മനസ്സിൽ വരുന്നത് ഹോളി സ്പിരിറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? അന്യഭാഷ, അതർ ടങ്. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ പരിശുദ്ധാത്മാവ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അന്യഭാഷയാണ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ അന്യഭാഷയല്ല പ്രിയപ്പെട്ടവരെ. അത് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ പഠിച്ച് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പണ്ട് തൊട്ടേ കയറ്റി വെച്ചിരിക്കുന്നു. എനിക്ക് നമ്മുടെ ഈ ക്ലാസ് പഠിപ്പിച്ചപ്പോൾ ഒത്തിരി തവണ ഞാനത് എടുത്ത് പറയുകയുണ്ടായി. ഈ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ എന്ന് നമ്മുടെയൊക്കെ സഭകളിൽ സാധാരണ പാസ്റ്റർമാർ പറയാറുണ്ട്. സത്യത്തിൽ അത് തെറ്റാണ്. അഭിഷേകം ഒരിക്കലായിട്ട് എന്നേക്കുമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്, അല്ലേ? ദൈവത്തിന്റെ അഭിഷേകം മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ അഭിഷേകം എന്ന് പറയുന്നത് ഒരിക്കലായിട്ട് പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മൾ എന്ത് ചെയ്യാം? അഭിഷേകം ചെയ്യുന്നത് ഒരിക്കലായിട്ട് നടക്കുന്ന കാര്യം. അത് എപ്പോഴും നടക്കുന്ന ഒരു കാര്യമില്ല. ബാക്കി ഉണ്ടാകുന്ന എല്ലാം നിറവാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവാണ് ബാക്കി തലങ്ങളിലേക്ക് ഉണ്ടാകുന്നത്. പക്ഷെ നമ്മൾ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന പാഠ്യപദ്ധതികളിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു പാഠം, ഏത് സഭയിൽ ചെന്നാലും എവിടെ ചെന്നാലും അഭിഷേകം പ്രാപിക്കാനുള്ളവർ കൈവക്കിയേ. പണ്ടൊരിക്കൽ ഒരു മാതാവ്, ഞങ്ങളുടെ 70 വയസ്സുണ്ട്, അവരെന്നെ കണ്ടു. എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ പറഞ്ഞോ അമ്മച്ചി പറഞ്ഞോ. അതെ, എനിക്ക് അഭിഷേകം കിട്ടിയിട്ടില്ലെന്ന്. എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി. ഞാൻ നോക്കിയപ്പോ സഭയിൽ ഏറ്റവും കൂടുതൽ നല്ലപോലെ കൈയടിക്കുന്ന ആ അമ്മച്ചി, ഏറ്റവും കൂടുതൽ സ്തോത്രം പറയുന്നത് ആ അമ്മച്ചി, കര ഉയർത്തി ഹല്ലേലൂയ പറയുന്നത് ആ അമ്മച്ചി, വചനം ഏറ്റെടുക്കുന്നത് ആ അമ്മച്ചി. ഇത്രയായ അമ്മച്ചി 70 എടുത്തുന്ന വയസ്സുണ്ട്. അമ്മച്ചി എൻ്റെ അടുത്ത് പറയാണ്, മോനെ എനിക്ക് അഭിഷേകമില്ലെന്ന്. ഞാൻ പറഞ്ഞു, ഇതാരാ പറഞ്ഞു ഈ മണ്ടത്തരം? അഭിഷേകമില്ലെന്ന്. അമ്മച്ചി ഉണ്ടെങ്കിൽ, ഈ സഭയിൽ ഉണ്ടെങ്കിൽ അമ്മച്ചിക്ക് മാത്രമേ ഉള്ളൂ അഭിഷേകം. അല്ല, അപ്പുറത്തിരിക്കുന്നത് ഇപ്പുറത്തിരിക്കുന്നത് കൈയടിച്ച് അന്യഭാഷ പറയുന്നുണ്ട്, അന്യഭാഷ അഭിഷേകം എനിക്ക്. ഞാൻ പറയും, എൻ്റെ അമ്മച്ചി അതൊന്നും വലിയ കാര്യമില്ല. അന്യഭാഷ എന്ന് പറയുന്നത് അന്യഭാഷയും പറയും, അന്യായ ഭാഷയും പറയും, ഒരു ഭാഗമുണ്ട്. അതിനെക്കാട്ട് എത്രയോ ഭേദമാ അമ്മച്ചി. ഗ്ലോറി, സ്തോത്രം. ഞാൻ പറഞ്ഞ അമ്മച്ചിക്കുള്ളതാണ് ഏറ്റവും വലിയ അഭിഷേകം. മറ്റാർക്കും ഇല്ലാത്തൊരു അഭിഷേകം അമ്മച്ചിക്കുണ്ട്. എന്താണ് അമ്മച്ചിക്കുള്ള അഭിഷേകം? എന്ത് ചെയ്യുക? മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ള അഭിഷേകമുണ്ട്. മറ്റുള്ളവരോട് കർത്താവിനെ പറ്റി പറയുക എന്നുള്ളതിന്റെ അഭിഷേകമുണ്ട്. അമ്മച്ചിക്കാണ് ഏറ്റവും കൂടുതൽ അഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അമ്മച്ചിയെ ബലപ്പെടുത്തുകയുണ്ടായി. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ ദൈവമക്കൾ വളരെ മനസ്സിലാക്കണം. ഈ അഭിഷേകം എന്ന് പറഞ്ഞ ആരെങ്കിലും അഭിഷേകത്തെ നിറവിലോട്ട് അഭിഷേകം പ്രാപിക്കട്ടെ. പഴയ നിയമത്തിന്റെ പ്രതികരിച്ചിട്ട് എന്താണ് അഹരോന്റെ തല മുതൽ നീണ്ടു കിടക്കുന്ന താടി വരെ അഭിഷേകം ഒഴുകി. ഇതൊക്കെ കുറെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ തെറ്റാണെന്നുള്ള കാര്യം ദൈവമക്കൾ വളരെ മനസ്സിലാക്കണം. കാരണം വചനത്തിന്റെ അറിവ്, വചനത്തിലുള്ള ജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ജ്ഞാനത്തിൽ നടക്കാന്നുള്ളത് മനസ്സിലായോ? ജ്ഞാനമുള്ളവർക്ക് അത് ഗ്രഹിക്കാൻ പറ്റും, അല്ലെ? പരിശുദ്ധാത്മാവ് ഒരിക്കലായിട്ട് എന്നേക്കുമായിട്ട് നമ്മളെ അഭിഷേകം ചെയ്യുക. കർത്താവിനായിട്ട് നമ്മളെ അഭിഷേകം ചെയ്ത് പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വന്ന് നമ്മൾ അഭിഷേകം ചെയ്യുമ്പോഴാണ് ആത്മാവിലല്ലാതെ ആർക്കും യേശു കർത്താവ് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഒരുവൻ യേശുവിനെ കർത്താവ് രക്ഷകനുമായി ഹൃദയത്തിനുള്ളിൽ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ ആദ്യം എന്ത് ചെയ്യണം? ദൈവത്തിന്റെ അഭിഷേകം ഉണ്ടാകണം. ഏതഭിഷേകം? പരിശുദ്ധാത്മാവിനാലുള്ള അഭിഷേകം അവനിൽ ഉണ്ടാകും. അപ്പോഴാണ് അവരുടെ മാനസാന്തരം ഉണ്ടായിട്ട് അവൻ പറയുന്നത്, ഞാൻ പാപിയാണ്, കർത്താവ് എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചല്ലോ, അടക്കപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത് അവൻ പുതിയ സൃഷ്ടിയായിട്ട് മാറുന്നത്. സ്തോത്രം. പിന്നെ ഉണ്ടാകുന്ന ആത്മാവിന്റെ നിറവാണ്. എന്താണ്? ആത്മാവിന്റെ നിറവാണ്, പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിനു മുമ്പേ അവരുടെ മേൽ ഊതി, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിനെന്ന് പറഞ്ഞു. പക്ഷെ പെന്തക്കോസ്ത് നാളിൽ അവരെന്ത് ചെയ്തു? കൊടിയ കാറ്റ് പോലെയൊക്കെ വന്ന് ഊതി, അഗ്നി നാവ് പോലെ പിളർന്ന നാവുകൾ പ്രത്യക്ഷപ്പെട്ടു. അവിടെ വെളിപ്പെട്ടത് നിറഞ്ഞ കവിയലാണ്, ഒരു നിറവാണ്. അവിടെ വീട് മൊത്തം നിറച്ചു എന്നാ കൊടുത്തിരിക്കുന്നത്, അവരെ നിറച്ചു എന്നാ കൊടുത്തിരിക്കുന്നത്. ആ നിറഞ്ഞത് അവരിൽ ഒതുങ്ങിയില്ല, അത് ഒഴുകാൻ തുടങ്ങി. അല്ലെ? വെള്ളപ്പൊക്കം ഉണ്ടാവുന്നതിന് മുമ്പ് എല്ലാവരും വീടും കെട്ടി മതിലും കെട്ടി, എന്റെ പണം, എന്റെ ധനം, എന്റെ പറമ്പ്, എന്റെ വീട് എന്നും പറഞ്ഞ് കെട്ടി വെച്ച്. വെള്ളപ്പൊക്കം വന്നപ്പോഴോ
എന്റെ പൊന്നെ വെള്ളം എവിടെ കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞ മതിൽ വരെ പൊട്ടിച്ചവരെനിക്കറിയാം. ആ ഒരു തലത്തിലേക്ക് എത്തപ്പെട്ടു. എല്ലാം ഒരുപോലെയായി. അതിന്റെ സാരം ഞാൻ പറഞ്ഞോട്ടെ, ഈ ചുറ്റുവട്ടങ്ങളെ കൊണ്ട് ഇങ്ങനെ ഒതുക്കി നിർത്തുന്ന തലങ്ങളല്ല പ്രിയപ്പെട്ടവരെ. ഇതൊരു നിറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും കിട്ടുന്ന ഒരു ദൈവത്തിന്റെ ഒരു നിറഞ്ഞ കവിയലാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഇന്ന് ഈ നമ്മുടെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു വെച്ചതിന്റെ സാരം എന്ന് പറഞ്ഞിരിക്കുന്നത്, ആത്മാവിന്റെ നിറഞ്ഞ കവിയലാണ് നമ്മളിലൂടെ ഒഴുകി വരേണ്ടത്. അത് എന്നിൽ മാത്രമല്ല, വക്കോളമാണെങ്കിൽ എന്നിൽ മാത്രമാണ്, തുളുമ്പിയാലും എന്നിൽ മാത്രമാണ്, ചിലത് മാത്രം അപ്പുറത്തോട്ടൊക്കെ വീടുന്നുള്ളൂ. ബട്ട് നിറഞ്ഞ കവിയാണ് എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന് അടുത്ത വ്യക്തിയിലേക്ക്, അടുത്ത വ്യക്തിയിലേക്ക്, അടുത്ത വ്യക്തിയിലേക്ക്, അടുത്ത വ്യക്തിയിലേക്ക്, ഇങ്ങനെ 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 അല്ലെ. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ ഈ നിറഞ്ഞ് കവിഞ്ഞത് നേരെ അങ്ങോട്ട് ഒഴുകി. ഹലോ, ഇതിപ്പോ എന്റെ മാത്രം മതി, നമ്മളിങ്ങനെ അടങ്ങൽ പിടിച്ചിരിക്കുക. എന്റെ ശുശ്രൂഷ വർക്ക്ഷോപ്പിൽ പഠിക്കാൻ പോയതുപോലെ. ഇപ്പൊ എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഒരു മകൻ വന്നപ്പോൾ അവർ പറഞ്ഞു, എന്റെ അങ്കിളെ ഞാൻ വർക്ക്ഷോപ്പിൽ പഠിച്ച, പക്ഷേ മേശരി വല്ലാത്തൊരു മേശരി. ഞാൻ പറഞ്ഞു എന്ത് പറ്റി? അങ്ങനെ ഈ വണ്ടിയെല്ലാം പണിഞ്ഞ് അവസാന നിമിഷം എത്തപ്പം അങ്ങനെ എന്നെ ഓടിച്ച് ചായ പഠിക്കാനും മറ്റെവിടെയെങ്കിലും മറ്റേ വണ്ടി നന്നാക്കാനൊക്കെ പറഞ്ഞു വിടും. ആ അടവ് എനിക്ക് പറയത്തില്ല, ബാക്കിയെല്ലാം എനിക്ക് പറഞ്ഞു തരും. മനസ്സിലാകുന്നുണ്ടോ? ബാക്കി ഒന്നും പുള്ളി പറഞ്ഞു കൊടുക്കത്തില്ല. അവസാനത്തെ ആ ഒരു രംഗം വരപ്പം പുള്ളി വരെ അത് മാത്രം എനിക്ക് അതുകൂടെ പഠിച്ചാൽ ഞാൻ രക്ഷപ്പെട്ടു. സ്തോത്രം. അതാണ് ഈ ലോകത്തിലെ ആൾക്കാർ. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ കുറെ വ്യക്തികളും അങ്ങനെ തിരിഞ്ഞിരിക്കുക. അടവൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, യേശു എന്താ പറഞ്ഞത്? നിങ്ങൾ യേശു നോക്കി, യേശു എന്താ പറഞ്ഞത്? എന്റെ പിന്നാലെ വരുന്നവൻ, എന്റെ വേല ചെയ്യുന്നവൻ ഞാൻ ചെയ്യുന്നതിലും മിണ്ടുന്നില്ല, ഞാൻ ചെയ്യുന്നതിലും അധികം ചെയ്യും, ഞാൻ ചെയ്യുന്നതിലും അധികം ചെയ്യും എന്നാ പറഞ്ഞത്. നമുക്കാണെങ്കിൽ പറ്റുമോ? നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? നാം ചെയ്തതിൽ അധികം ചെയ്യാൻ വേണ്ടി നമ്മൾ മറ്റുള്ളവരെ പറഞ്ഞു വിടൂ? ഇല്ല. എന്റെ ശുശ്രൂഷയുടെ അപ്പുറം ആരോന്ന് കയറി വന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലോറിയിൽ നമ്മൾ എന്ത് ചെയ്യും? ഒതുക്കും. ഒരു ആമയിൽ നമ്മൾ എന്ത് ചെയ്യും? നിർത്തും. വ്യക്തം ചെയ്യും. സ്തോത്രം. അപ്പം ആത്മനിറവ് നമ്മുടെ ജീവിതത്തിൽ, ആത്മാവിൽ നിറഞ്ഞുള്ള ഒരു ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മളെ കൃപ നൽകട്ടെ. കർത്താവ് നമ്മളെ അധികാരപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ മാത്രം ഞാൻ പറഞ്ഞു ഇവിടെ നിർത്തുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെപ്പറ്റി, ആ നിറവിനെ പറ്റി എന്താണ്, ഏതാണ്, അത് എപ്രകാരമാണെന്നതിനെ പറ്റി ആ ഒരു ക്ലാസ് എടുക്കാം. ഇനിയുള്ള ക്ലാസ്സുകൾ വളരെ പ്രയോജനപ്പെടുന്ന ക്ലാസ്സുകളാണ്, വളരെ അർത്ഥമുള്ള ക്ലാസ്സുകളാണ്. നമുക്ക് എന്താണ് ഭാര്യമാരെ കുറിച്ചുള്ള നിർദ്ദേശം, ഭർത്താക്കന്മാരെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ, കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ 5-ാം അധ്യായത്തിലുണ്ട്. അത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ 6-ാം അധ്യായത്തിലേക്ക് കയറി എത്രയും വേഗത്തിൽ നമ്മുടെ 6-ാം അധ്യായം കൂടെ കഴിയുമ്പോൾ ക്ലാസ് അവസാനിക്കുന്നതാണ്. എഫെസ്യ ലേഖനം അവസാനിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്തോത്രം, എല്ലാവരും നമ്മൾ പഠിച്ചതായ കാര്യാദികൾ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്ത്, പരീക്ഷയുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, ടെസ്റ്റ് പേപ്പറിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിൽ പോലും അന്ന് കണ്ട പലരെയും ഇന്ന് കാണാനില്ല, ഇന്ന് കണ്ട പലരെയും അന്നും കാണാനില്ല. അപ്പൊ ആ ഒരു സ്ഥലത്തിലായതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ജ്ഞാനത്തിൽ നടക്കുക, ദൈവിക ജ്ഞാനത്തിൽ നടക്കുക എന്നുള്ളതിനെ പറ്റി അവിസ്താരം പഠിക്കുകയുണ്ടായി. ദൈവതീയ ജ്ഞാനത്തിൽ നടപ്പാൻ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാവരെയും കർത്താവ് അനുവദിക്കട്ടെ, അതിനുവേണ്ടി കർത്താവ് ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ്സിൽ നിന്ന് ഞാനും വിരമിക്കുന്നു. ഇതുവരെയും സഹിഷ്ണുതയോടെ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എന്റെ എല്ലാ പ്രിയപ്പെട്ടവരുള്ള വിശേഷാൽ നന്ദി വന്ദനത്തെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അറിയിക്കുന്നു. നിന്റെ ഭാരവാഹികളോടുള്ള വിശേഷ നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ ഇൻ ജീസസ് നെയിം. ആമേൻ. ഓവർ ടു ചെയർമാൻ. താങ്ക് യു ജീസസ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ ഒരു ബൈബിൾ സ്റ്റഡിയിൽ മുമ്പാകെ നമുക്കായിരിക്കാനും കർത്താവ് ഇടയാക്കി. ഞാന് മത്തായി പാസ്റ്ററിനെ ഏൽപ്പിച്ചിട്ട് കടന്നുപോയത് കൊണ്ടാണ് തുടർന്നുള്ള ശുശ്രൂഷ പ്രാർത്ഥിച്ച് ആശീർവാദം പറയേണ്ടതിനായി എന്നെ ഏൽപ്പിച്ചതുകൊണ്ടാണ് സാറിന്റെ ക്ലാസ്സിന് ശേഷം ഞാൻ സ്തോത്രം പറയാനിടയായത്. അനുഗ്രഹമേറിയ ഒരു ദൈവദിന പഠനം നമുക്ക് കേൾക്കുവാനിടയായി. പ്രാരംഭമായിട്ട് ഞാൻ യാത്രയിലായിരുന്നത് കൊണ്ട് എൻ്റെ പ്രാരംഭ ക്ലാസ്സുകൾ എനിക്ക് കേൾക്കുവാനിടയായതിന് പൂർണ്ണമായ ഒരു വ്യക്തത എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. എങ്കിലും ആത്മനിറവിനെ കുറിച്ച് തുടർന്നുള്ള ക്ലാസ് വീഡിയോ ഓണാക്കി കേൾക്കുവാനും അതിനെക്കുറിച്ച് അല്പം കാര്യങ്ങളെ ചിന്തിപ്പാനൊക്കെ കർത്താവ് ഭാഗ്യം ഒരുക്കിയല്ലോ. ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന ദൈവത്തിന് അവൻ പഠിപ്പിച്ചതായ പ്രിയ കർത്തൃദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള ക്ലാസ്സുകളിലൊക്കെ ശക്തമായി വചനങ്ങളെ പഠിപ്പിപ്പാൻ പ്രിയ കർത്തൃദാസൻ പ്രാർത്ഥനയോടും വാഞ്ചയോടും ആത്മനിറവോടും കൂടിയായി തീർന്നിരിക്കുന്നു. കേൾപ്പാനിടയായല്ലോ. നമുക്ക് ഒരുമിച്ച് തിരുവനങ്ങളെ പഠിപ്പാൻ മൃഗം സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ
പഠനത്തിനായി കടന്നു വന്നതായ പ്രിയ വിലപ്പെട്ട ദിവദാസന്മാര് പ്രത്യേക പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന വിലപ്പെട്ട ദിവദാസനുള്ളതായ നന്ദി വന്ദനത്തെ അറിയിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ഇവിടെ വൈൻഡിപ്പ് ചെയ്യുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സൂറിക്കുന്ന കർത്താവേ, അനുഗ്രഹമേറിയ നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു കർത്താവെ. ഒരിക്കൽ കൂടി